9 ആണ്. പേപ്പർ നമ്പർ 9 ആണ് OM-SM. അതിനകത്ത് OM വന്നിട്ട് 60 മാർക്സിനും SM നമ്മുടെ ടോപ്പിക്ക് 40 മാർക്സിനുമാണ് ഉള്ളത്. 40 മാർക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ 40 മാർക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണ് SM ഉള്ളത്. അപ്പം ഇതൊക്കെയാണ് 4 ചാപ്റ്റർ: ഇൻട്രൊഡക്ഷൻ, സ്ട്രാറ്റജിക് അനാലിസിസ് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിങ്, ഫോർമുലേഷൻ, ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്ട്രാറ്റജി, ഡിജിറ്റൽ സ്ട്രാറ്റജി. അപ്പൊ 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. അപ്പം എല്ലാത്തിന്റെയും വെയിറ്റേജ് 10%. 40 മാർക്സിൽ 10, 10, 10, 10 ആണ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്, ഒരു ചാപ്റ്റർ ഇമ്പോർട്ടന്റ് അല്ല, നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാ ചാപ്റ്റേഴ്സും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം പഠിച്ചു തന്നെ പോകേണ്ടി ഉണ്ട്. അപ്പൊ ഇന്നത്തെ അജണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളെല്ലാവരും 2022 സിലബസ് ആണല്ലോ. ഇനിയിപ്പോ 2016 സിലബസ് ഇല്ല, എല്ലാവരും 22 സിലബസ് ആണ്. അപ്പൊ നമുക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് 22 സിലബസിന്റെ, ഡിസംബർ 23 ജൂൺ 23. അപ്പൊ ആ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് ആൻസേഴ്സ് എഴുതേണ്ടത്, നമ്മൾ ഈ ടെക്സ്റ്റിൽ ഉള്ളത് വെച്ചിട്ട് ആൻസേഴ്സ് ഒന്ന് അങ്ങനെ ഒന്ന് മാച്ച് ചെയ്ത് ടെക്സ്റ്റ് വായിക്കുന്നൊക്കെ തന്നെയാണോ നമ്മളോട് ചോദിക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് അതാണ് നമ്മൾ ഇന്ന് മൊത്തത്തിൽ ഉദ്ദേശിച്ചേക്കുന്നത്. ഇനിയും സമയം കൂടുതലുണ്ടെങ്കിൽ, ഇഫ് ടൈം പെർമിറ്റ്സ്, നമുക്ക് കുറച്ചുകൂടെ പുറകിലോട്ടുള്ള ക്വസ്റ്റ്യൻസ് 2016 ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും റെസ്പോണ്ട് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അന്നേരം തന്നെ പറയണം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ജൂൺ 23 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡിഫൈൻ ദ ടേം സ്ട്രാറ്റജി. അപ്പൊ സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ദ ടേം സ്ട്രാറ്റജി. അപ്പൊ എന്താണ് സ്ട്രാറ്റജി? എല്ലാവരും പഠിച്ചിട്ടിരിക്കുകയാണെന്നാണ് എന്റെ വിശ്വാസം. ആണല്ലോ അല്ലേ? ഒരു റൗണ്ട് അല്ലെങ്കിൽ 2-3 റൗണ്ട് ഒക്കെ പഠിച്ചിട്ടിരിക്കുകയല്ലേ എല്ലാവരും? അല്ലേ? ഇതുവരെ ബുക്ക് തുറക്കാതെ ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല, ആരുമില്ല. അപ്പൊ എല്ലാവരും പഠിച്ചിട്ടിരിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാമല്ലോ, നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുമല്ലോ അല്ലേ? ആരും കാണാനുമില്ല, ആരും ഒന്നും മിണ്ടുന്നുമില്ല. എന്താ? ആരും ഒന്നും മിണ്ടില്ല. ഓക്കെ, അപ്പൊ ഇതുവരെ ആർക്കും നോക്കാൻ സമയമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും വായിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കണ്ടിട്ടേ കാര്യമുള്ളൂ. ഇനിയിപ്പോ സമയമൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ജൂൺ 11-നല്ല നമുക്ക് എക്സാം ഉള്ളു. അഡ്മിറ്റ് കാർഡ് ഒക്കെ വന്ന് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് നോക്കിയോ? സെന്റർ ഒക്കെ എവിടെയാന്ന്? അതും ഒന്നും മിണ്ടുന്നില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ. പേരെടുത്ത് വിളിക്കണോ? ആർഷ, നജ, ആരും ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ, അപ്പം ഒരു തവണയെങ്കിലും വായിച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താ മൊത്തത്തില് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നു, ഒന്നും മനസ്സിലാവാത്ത പോലെ. അപ്പൊ ഒരു തവണയെങ്കിലും വായിച്ചിട്ട് കാണുകയാണെങ്കിൽ എഫക്റ്റീവ് ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഡിഫൈൻ ദി ടേം സ്ട്രാറ്റജി, അതായിരുന്നല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുന്നവരാണെങ്കിൽ പേജ് നമ്പർ 392 ആണ് എടുക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്ക് കയ്യിലുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ PDF ഓപ്പൺ ചെയ്തിട്ട് ഇട്ടേക്കുന്നവരാണെങ്കിൽ പേജ് നമ്പർ 392 ആണ് എടുക്കേണ്ടത്. അപ്പൊ ഡിഫൈൻ ദ ടേം സ്ട്രാറ്റജി. എന്താണ് സ്ട്രാറ്റജി? Strategy is defined as the direction and scope of an organization over long term. അതിനകത്ത് വരേണ്ട പോയിന്റ് ആണ് ലോങ് ടേം എന്നുള്ള പോയിന്റ്. എന്തായാലും സ്ട്രാറ്റജിയെ പറ്റി എഴുതുമ്പോൾ that should be there, which achieves the advantage for the organization through configuration of resources within the changing environment and to fulfill stakeholders expectation. So first one, നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ we should be having a direction. എങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവണം, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും ഒരു ഐഡിയ ഉണ്ടാവണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ലോങ് ടേം. ഒരു ഷോർട്ട് ടേം ടൈമിനെ നമ്മൾ എപ്പോഴും മുന്നോട്ടെന്നുള്ള ഒരു ഗോയിങ് കൺസേൺ ആണ് അല്ലെ? അപ്പൊ മുന്നോട്ടെന്നുള്ള ഒരു ഇതാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. അപ്പൊ ഷോർട്ട് ടേം അല്ല, ലോങ് ടേം. സ്ട്രാറ്റജി ഇസ് ഡിഫൈൻഡ് ആസ് ദ ഡയറക്ഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഓവർ ലോങ് ടേം വിച്ച് അച്ചീവ്സ് അഡ്വാൻറ്റേജ് ഫോർ ദ ഓർഗനൈസേഷൻ. എന്ന് വെച്ചാൽ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാവണം നമുക്ക് എപ്പോഴും. അതായത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വി ഷുഡ് ബി ഹാവിങ് ആൻ അഡ്വാൻറ്റേജ് എനിവേ. അതായത് നമ്മളൊരു ഹെയർ ഓയിലിന്റെ ഇൻഡസ്ട്രി ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഇൻഡസ്ട്രി ആണെന്നോക്കട്ടെ, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്താണ് അവരെക്കാളും അഡ്വാൻറ്റേജ് ആയിട്ട് കൊടുക്കുന്നത്, അവരെക്കാളും കൂടുതലായിട്ട് നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ചിലപ്പോൾ ക്വാളിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ടൈംലി ഡെലിവറി ആവാം, അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമർ എന്തെങ്കിലും ഫീഡ്ബാക്ക് തന്നാൽ അത് നമ്മൾ അതിന് റിയാക്ട് ചെയ്യുന്ന ആ ടൈം ഫ്രെയിം ആയിരിക്കും. അപ്പൊ എന്തോ കൈൻഡ് ഓഫ് അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ടാവണം, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം ഇപ്പം ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. ഒരു ഫീൽഡിൽ തന്നെ പല
ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എടുക്കുകയാണെങ്കിൽ അതിന് തന്നെ കുറെ എന്തുണ്ട്, ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ വി ഷുഡ് ബി ഹാവിങ് എ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. അപ്പൊ ത്രൂ കോൺഫിഗറേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ റിസോഴ്സ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിസോഴ്സസ് എന്താ, അവരുടെ ചിലപ്പം മാൻ പവർ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ റോ മെറ്റീരിയൽസ് ആവാം, അല്ലെങ്കിൽ അവരുടെ അവരുടെ ഫിനാൻസ് ആവാം. അപ്പൊ നമ്മുടെ റിസോഴ്സസിനെ ഹൗ വി ആർ കോൺഫിഗറിങ് ആൻഡ് വി ആർ അച്ചീവിങ് ദാറ്റ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. നമ്മുടെ റിസോഴ്സസ് വെച്ച് വാട്ട് വി ആർ ഡൂയിങ് within the changing environment, and the environment is always changing. ഭയങ്കര ഡൈനാമിക് ആണ്. അപ്പൊ അതിന് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് കാരണം, സോഷ്യൽ ഫാക്ടേഴ്സ് കാരണം, ഈവൻ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് വെച്ചിട്ട് വരെ എൻവയോൺമെന്റ് ഈസ് ഓൾവേസ് ചേഞ്ചിങ്. അപ്പൊ ആ ചേഞ്ചിങ് എൻവയോൺമെന്റിൽ വാട്ട് വി ആർ ഡൂയിങ് ആൻഡ് ടു ഫുൾഫിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എക്സ്പെക്ടേഷൻസ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, അവരെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം, അവർക്ക് പ്രോഫിറ്റ് നമ്മൾ കൊടുക്കണം. അപ്പൊ അവരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമ്മുടെ റിസോഴ്സസിനെ വെച്ച് ഹൗ വി ആർ കോൺഫിഗറിങ് അവർ റിസോഴ്സസ് ടു അച്ചീവ് ദ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, ആൻഡ് ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് സ്ട്രാറ്റജി. ഓക്കെ, അപ്പൊ സ്ട്രാറ്റജിയുടെ ഡെഫിനിഷൻ ഓക്കെ അല്ലേ? അത് പഠിച്ചു വെക്കണം. സ്ട്രാറ്റജി is defined as the direction and scope of the organization over long term which achieves the competitive advantage for the organization through configuration of resources within the changing environment to fulfill the stakeholders' expectations. Okay. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ട്രാറ്റജി നോക്കാം. നമ്മൾ ഡിഫൈൻ ദ ടേം സ്ട്രാറ്റജി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് തോന്നുന്നു അല്ലേ? ഡിഫൈൻ ദ ടേം സ്ട്രാറ്റജി. ഇപ്പൊ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സ്പ്ലിറ്റ് തന്നിട്ടുണ്ട് 1 + 6. അപ്പൊ 6 മാർക്സ് ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ 1 മാർക്കേ ഉള്ളൂ സ്ട്രാറ്റജി. അപ്പൊ നമ്മൾ കൂടുതൽ കഥയൊന്നും എഴുതേണ്ട കാര്യമില്ല, ജസ്റ്റ് ആ ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ മതി അല്ലേ? ഓക്കെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വന്നിട്ട് എക്സ്പ്ലെയിൻ ദ 3 ടൈപ്സ് ഓഫ് സ്ട്രാറ്റജി യൂഷ്വലി കൺസിഡർഡ് ബൈ ദ ടിപ്പിക്കൽ ബിസിനസ് ഫേം. ഓക്കെ, അപ്പൊ ചാറ്റിൽ എല്ലാവരും ഒന്ന് പറഞ്ഞേ 3 ടൈപ്സ് ഓഫ് സ്ട്രാറ്റജി ഏതൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞേ. ഷബ്നം പറഞ്ഞേ. നിഹാല പറയും. നിഹാല പറയും, പറഞ്ഞേ. ക്യാമറ ഓഫ് ചെയ്തിട്ട് പോയി പറ. ആരെങ്കിലും പറഞ്ഞേ 3 ലെവൽസ് ഓഫ് സ്ട്രാറ്റജി ഏതൊക്കെയാ, 3 ടൈപ്സ് ഓഫ് സ്ട്രാറ്റജി ഏതൊക്കെയാ? നമുക്ക് 3 ലെവൽസ് ഉണ്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ. ആൻഡ് വിച്ച് ആർ ദ 3 ടൈപ്സ് ഓഫ് സ്ട്രാറ്റജി? ആരും പറയില്ല. ആർഷ? ആർഷ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. നിങ്ങളാരും റെസ്പോണ്ട് ചെയ്യാതിരുന്ന് ഞാൻ വിചാരിക്കും ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല എന്ന്. കോർപ്പറേറ്റ് സ്ട്രാറ്റജി, ബിസിനസ് സ്ട്രാറ്റജി, ഫങ്ഷൻ സ്ട്രാറ്റജി. ഞാനിങ്ങനെ ഉപദ്രവിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളാരും പോകരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ 3 ടൈപ്സ് ഓഫ് സ്ട്രാറ്റജി എന്ന് പറയാം. ഷബ്നു ആൻസർ പറഞ്ഞു, താങ്ക് യു. അപ്പോൾ 3 ടൈപ്സ് ഓഫ് സ്ട്രാറ്റജി വന്ന് കോർപ്പറേറ്റ് സ്ട്രാറ്റജി, ബിസിനസ് സ്ട്രാറ്റജി, ഫങ്ഷണൽ ഓർ ഓപ്പറേഷണൽ ലെവൽ സ്ട്രാറ്റജി. Corporate strategy is concerned with overall purpose and scope of the organization. കോർപ്പറേറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, സിഇഒ അതൊക്കെ ആയിരിക്കുമല്ലോ, അവരെ കൺസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ കോർപ്പറേറ്റ് ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ അവര് എന്താണോ ഫ്രെയിം ചെയ്യുന്നത് അതാണ് കോർപ്പറേറ്റ് സ്ട്രാറ്റജി. അതായത് ഓവറോൾ ആ കോർപ്പറേറ്റിന് ഉള്ള സ്ട്രാറ്റജി, ഓവറോൾ പർപ്പസ് സ്കോപ്പ് ഓഫ് ദ ഓർഗനൈസേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് കോർപ്പറേറ്റ് സ്ട്രാറ്റജി. ആൻഡ് ഡിസിഷൻ ഇൻക്ലൂഡ് ഇൻവെസ്റ്റ്മെന്റ്, ഡൈവേഴ്സിഫിക്കേഷൻ, വെർട്ടിക്കൽ ഇന്റഗ്രേഷൻ, അക്വിസിഷൻ, ന്യൂ വെഞ്ചേഴ്സ്, അലൊക്കേഷൻ ഓഫ് റിസോഴ്സസ് ബിറ്റ്വീൻ ഡിഫറെന്റ് ബിസിനസ് ഓഫ് ദി ഫേം. ഇതൊക്കെ അതായത് എവിടൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ ഒരുപാട് ITC എന്ന് പറയുന്ന കമ്പനി എടുക്കുകയാണെങ്കിൽ അവർക്ക് കുറെ ബിസിനസ് ഉണ്ട്. അവർക്ക് എന്താ ഹോട്ടൽസ് ഉണ്ട്, അവർക്ക് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ഉണ്ട്. അപ്പൊ ഒരുപാട് ബിസിനസ്സുകളുണ്ട് അവർക്ക്. അപ്പം ഒരു മിനിറ്റ്, സ്ക്രീൻ ഷെയർ, ഒരു മിനിറ്റ്, സ്ക്രീൻ ഷെയറിംഗ് പോലെ ഒന്ന് ആയിക്കോട്ടെ.
സ്ട്രാറ്റജി ആൻഡ് ദ ഫസ്റ്റ്. ഓക്കെ, അപ്പൊ അതിനകത്ത് കോർപ്പറേറ്റ് സ്ട്രാറ്റജി ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ കോർപ്പറേറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ബിസിനസിന്റെ ഹോൾ, ITC കമ്പനിയുടെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ITC എന്ന് പറയുമ്പോഴത്തേക്ക് ITC കുറെ ബിസിനസ്സുകളുണ്ട്. അപ്പൊ അവർക്ക് ഓൺ ദ ഹോൾ ITCയുടെ സ്ട്രാറ്റജി എന്താണെന്നുള്ളതാണ് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി വരുന്നത്. അപ്പൊ ഏതൊക്കെ ബിസിനസ്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇനി ഏതെങ്കിലും ഒരു ബിസിനസ് നന്നായിട്ട് പോകുന്നില്ലെങ്കിൽ അതിന്റെ ക്ലോഷർ, ഡീമർജർ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്യുന്നതായിരിക്കും കോർപ്പറേറ്റ് സ്ട്രാറ്റജി. ഇനി അടുത്തത് ബിസിനസ് സ്ട്രാറ്റജി, ഹൗ ടു കംപ്ലീറ്റ് സക്സസ്ഫുള്ളി ഇൻ എ പർട്ടിക്കുലർ മാർക്കറ്റ്. ഇപ്പൊ ITCയുടെ കാര്യം പറയുന്ന പോലെ തന്നെ ഹോട്ടൽസ്, ആ ഒരു മേഖല എങ്ങനെ നല്ലതായിട്ട് ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, അവർക്ക് ബിസ്ക്കറ്റ്സ് ഉണ്ട്, അവർക്ക് ഷാംപൂസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഓരോ ബിസിനസ്സും എങ്ങനെ നന്നായിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ബിസിനസ് സ്ട്രാറ്റജിയിൽ വരുന്നത്. അടുത്തെന്ന് പറയുമ്പോൾ ഫങ്ഷണൽ സ്ട്രാറ്റജി ഒരു ഓപ്പറേഷണൽ ലെവൽ. ഇപ്പൊ ബിസിനസ് തന്നെ നമുക്കറിയാം, ഒരുപാട് അതിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതിന്റെ HR ഉണ്ടാവും, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആവും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് കാണും. അപ്പം ഓരോ ബിസിനസ്സിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജിയിൽ വരുന്നത്. It is concerned with developing and nurturing competence to provide a business unit with competitive advantage. അപ്പോൾ ഓരോ ബിസിനസ്സിനും എങ്ങനെ നല്ലതായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഏറ്റവും നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്ത ബിസിനസ് ആസ് എ ഹോൾ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജിയിൽ വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടുവർഡ് മാക്സിമൈസിങ് റിസോഴ്സ് പ്രൊഡക്ടിവിറ്റി. നമ്മുടെ ഓരോ റിസോഴ്സസും, അതിപ്പം റോ മെറ്റീരിയൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മാൻ പവർ ആയിക്കോട്ടെ, എങ്ങനെ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജിയിൽ വരുന്നത്. അപ്പൊ 3 ടൈപ്സ് ഓഫ് സ്ട്രാറ്റജിയിൽ കോർപ്പറേറ്റ് സ്ട്രാറ്റജി, ബിസിനസ് സ്ട്രാറ്റജി, ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജി. ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജി. അപ്പൊ എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്? 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം 7+8 ആണ് ഈ ക്വസ്റ്റ്യൻ ആസ് എ ഹോൾ. 7+8 ആണ് മാർക്സ്. അപ്പൊ 15 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് 7. അതിനകത്ത് 1 മാർക്ക് സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്യുന്നതിന്, പിന്നെ എക്സ്പ്ലെയിൻ ദ 3 ടൈപ്സ് ഓഫ് സ്ട്രാറ്റജി. പിന്നെ സ്ക്രീൻ ഷെയർ ചെയ്തു. അപ്പം ടൈപ്സ് ഓഫ് സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് നമുക്കുണ്ടായിരുന്നത് 6 മാർക്സ്. അപ്പം ഓരോ സ്ട്രാറ്റജി, ഓരോ ലെവൽ ഓഫ് സ്ട്രാറ്റജി എഴുതുക, അതോടൊപ്പം തന്നെ അതിന്റെ കുറച്ച് എക്സ്പ്ലനേഷനും എഴുതേണ്ടതുണ്ട്. സ്ക്രീൻ ഷെയറിംഗ് പോയി ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. സോറി. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് വന്നിട്ട്, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ 7. ക്ലിയർ അല്ലേ? അതിന് പഠിച്ചില്ലേ? സ്ട്രാറ്റജിയുടെ ഡെഫിനേഷനും പഠിച്ചു. ഇപ്പം കൂട്ടത്തിൽ പഠിച്ചു തന്നെ പോകണം. പഠിച്ചവരാണെങ്കിൽ റിവൈസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തിട്ട് അപ്പോഴത്തേക്ക് സ്ട്രാറ്റജി മാനേജ്മെന്റ് ഓൺ ദ ഹോൾ നമുക്കൊന്ന് മടക്കി വെക്കാമല്ലോ, ഒന്ന് ബാക്കി സബ്ജക്ട് പഠിക്കാമല്ലോ. 3 levels of strategy, 3 types of strategy നോക്കി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത നോക്കാം. With reference to business environment, examine in detail various layers and characteristics of business. Okay, ഇപ്പൊ ബിസിനസ് എൻവയോൺമെന്റ്, എക്സാമിൻ ഇൻ ഡീറ്റെയിൽ വേരിയസ് ലെയേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്. ലെയേഴ്സ് ഓഫ് ബിസിനസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ പ്രസന്റ് ചെയ്യണം, എന്താണ് എഴുതേണ്ടത് എന്നുള്ളത് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ഈ സ്ട്രാറ്റജിയുടെ താഴെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ല, 1 വേർഡ് എന്തോ ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ളൂ, എന്നാലും ഇമ്പോർട്ടന്റ് ആണ്. റെഡ് ഓഷ്യൻസ് വേഴ്സസ് ബ്ലൂ ഓഷ്യൻ. റെഡ് ഓഷ്യൻ എന്താണ്, ബ്ലൂ ഓഷ്യൻ എന്താണ്, അതിന്റെ ഡിഫറൻസിയേഷൻ ഒന്ന് നോക്കി വെക്കണം. ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ റെഡ് ഓഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഫോക്കസസ് ഓൺ കറന്റ് കസ്റ്റമേഴ്സ്, ഇപ്പോഴത്തെ നമ്മുടെ കസ്റ്റമേഴ്സ്. ബ്ലൂ ഓഷ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സ് അല്ല, ബട്ട് നമുക്ക് അവരെ കസ്റ്റമേഴ്സ് ആയിട്ട് ആവശ്യമുണ്ട്. അതിനപ്പം നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു മാർക്കറ്റ് ആണ്, ബട്ട് സ്റ്റിൽ വി വാണ്ട് ദം. അപ്പം കംപ്ലീറ്റ് കോമ്പീറ്റ് ഇൻ എക്സിസ്റ്റിംഗ് മാർക്കറ്റ്. റെഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഒരു ബിസിനസ് ഉണ്ട്, അതിന് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്, നമുക്ക് ഒരു മാർക്കറ്റ് ഉണ്ട്, അവിടെ നമ്മൾ കോമ്പീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് റെഡ് ഓഷൻ സ്ട്രാറ്റജിയിൽ വരുന്നത്. ബ്ലൂ ഓഷൻ ആയി കഴിയുമ്പോഴത്തെ ക്രിയേറ്റ് അൺകോൺടെസ്റ്റഡ് മാർക്കറ്റ്സ് ടു സെർവ്. അപ്പൊ ഇതുവരെ നമുക്കുള്ള ഒരു മാർക്കറ്റ് അല്ല, പക്ഷെ നമ്മൾ അവരെ ഉദ്ദേശിക്കുന്നുണ്ട്, അവരെ നമുക്ക് കസ്റ്റമേഴ്സ് ആയിട്ട് വേണം. അതിന് നമ്മൾ എന്ത് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി ബോട്ട് ദ കോമ്പറ്റീഷൻ, നമ്മളിപ്പം കോമ്പറ്റീഷൻ ഫൈറ്റ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? മറ്റേടത്ത് കോമ്പറ്റീഷൻ ഇറലവന്റ് ആണ്, കാരണം കോമ്പറ്റീറ്റേഴ്സ് ഒന്നും ഇല്ല,
പുതിയതായിട്ടുള്ള ഒരു ഫീൽഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഡിമാൻഡ് ഈസ് ക്രിയേറ്റഡ് റാദർ ദാൻ ഫോട്ട് ഓവർ. അതായത് നമ്മൾ പുതിയതായിട്ടൊരു ഫീൽഡ് കണ്ടുപിടിച്ചിട്ട് അവിടെ നമ്മൾ ബിസിനസ് ചെയ്യാൻ പോവാ, അല്ലാതെ അവിടെ കോമ്പറ്റീറ്റ് ആരും ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു മേഖല നമ്മൾ നോക്കുകയാണ്. അപ്പൊ ഡിമാൻഡ് ഈസ് ക്രിയേറ്റഡ് റാദർ ദാൻ ഫോട്ട് ഓവർ. അപ്പം അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കോമ്പറ്റീറ്റേഴ്സ് ഇറെലവന്റ് ആണ് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജിയിൽ വന്നിട്ട്. ഇപ്പൊ റെഡ് ഓഷ്യനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സ്പ്ലോയിറ്റ് ദ എക്സിസ്റ്റിംഗ് ഡിമാൻഡ് ആണെങ്കിൽ ബ്ലൂ ഓഷ്യനിൽ വി ക്രിയേറ്റ് ആൻഡ് ക്യാപ്ചർ ന്യൂ ഡിമാൻഡ്. അപ്പൊ നമ്മൾ ഒരു സിനിമയിലെ ഫസിലിന്റെ ഒരു ധൂമം എന്ന് പറഞ്ഞിട്ട് സ്മോക്കിങ്ങിന്റെ സിഗരറ്റിന്റെ ഒക്കെ ഒരു സിനിമ ഉണ്ടല്ലോ, കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത്? അവർ പുതിയതായിട്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് അവര് യങ്സ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി സിഗരറ്റ്സ് ഉണ്ടാക്കാം. അവിടെ ഒന്നും കോമ്പറ്റീറ്റേഴ്സ് ഇല്ല. അവർ പുതിയതായിട്ട് ഒരു ഫീൽഡ് കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു മാർക്കറ്റ് കണ്ടുപിടിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുക, പുതിയതായിട്ട് ആ കസ്റ്റമേഴ്സിനെയും കൂടെ കിട്ടാൻ വേണ്ടി നോക്കുകയാണ്. അല്ലെങ്കിൽ അവർ സിഗരറ്റ്സ് ഒക്കെ ഇലക്ട്രിക് സിഗരറ്റ്സ് ഒക്കെ കൊണ്ടുവരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അപ്പൊ അങ്ങനത്തെ ഇപ്പൊ നമുക്ക് ഇതുവരെ ഇല്ലാത്തൊരു മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യും, അവിടെ ഫൈറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യാനും നോക്കുകയാണ്. അപ്പൊ അതുപോലത്തെ സ്ട്രാറ്റജിയാണ് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. റെഡ് ഓഷ്യൻ എന്ന് പറഞ്ഞാൽ വി ഓൾറെഡി ഹാവ് എ സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ്. നമ്മൾ അവരെ ഇനി ആ കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടി വാട്ട് വി ഷുഡ് ഡു. ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജിയിലാണെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സ് ഇല്ല അവിടെ, പക്ഷെ നമ്മൾ പുതിയതായിട്ട് ഒരു ഫീൽഡ് എക്സ്പ്ലോർ ചെയ്തിട്ട് അവിടെ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു. അപ്പൊ അതാണ് റെഡ് ഓഷ്യനും ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജിയും. അതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കണം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ലേയേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ആയിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ വിച്ച് ആർ ദ ലേയേഴ്സ് ഓഫ് ബിസിനസ്? ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ ഇതാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഇമ്മീഡിയറ്റ് ലെയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോമ്പറ്റീറ്റർ. നമ്മുടെ ഇമ്മീഡിയറ്റ് കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്? നമ്മുടെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്? നമ്മുടെ മാർക്കറ്റ് എന്താണ്? അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ. തൊട്ട് ഇമ്മീഡിയറ്റ് ലെയർ എന്ന് പറയുന്നത് അതായിരിക്കും എപ്പോഴും. അത് കഴിയുമ്പോഴത്തേക്കാണ് ഇൻഡസ്ട്രി ആസ് എ ഹോൾ നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. ഇനി അതും കഴിയുമ്പോഴത്തേക്കാണ് മാക്രോ എൻവയോൺമെന്റ്, എല്ലാ ഫാക്ടേഴ്സും അഫക്ട് ചെയ്യുന്ന ഒരു ലെയർ വരുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കണം നമ്മളിപ്പം ഷാംപൂ ഇൻഡസ്ട്രി ആണെങ്കിൽ ഏതൊക്കെയാണ് ഇപ്പം നമ്മുടെ മെയിൻ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ളത്? ഡവ്, ഹിമാലയ, അങ്ങനെ അല്ലെങ്കിൽ വൗ, മമയത്ത്. അപ്പൊ അങ്ങനെ അതൊക്കെ ഓരോന്നും ഓരോ കോമ്പറ്റീറ്റേഴ്സ് ആണല്ലോ. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് മാർക്കറ്റ് ആയിട്ട് വരുന്നത്. ഇനി അത് ഒന്ന് ഹോൾ നോക്കുമ്പോഴത്തേക്ക് ഷാംപൂ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഫോക്കസ് ചെയ്യണം. ഇനി അതുമല്ല, മൊത്തം കൂടെ നോക്കുമ്പോഴത്തേക്ക് എല്ലാ ഫാക്ടേഴ്സും മാക്രോ എൻവയോൺമെന്റ് വേണം നമ്മൾ നോക്കാം. അതാണ് ഔട്ടർ മോസ്റ്റ് ലെയർ. ഇമ്മീഡിയറ്റ് ലെയർ എന്ന് പറയുമ്പോൾ എപ്പോഴും കോമ്പറ്റീറ്റേഴ്സും നമ്മുടെ മാർക്കറ്റ്, നമ്മുടെ കസ്റ്റമേഴ്സും, കോമ്പറ്റീറ്റേഴ്സും കസ്റ്റമേഴ്സും ആണ് വരുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് ഇൻഡസ്ട്രി വരും. അതും കഴിയുമ്പോഴത്തേക്കാണ് മാക്രോ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പം macro environment is the outermost and highest level of business environment. അവിടെ നമ്മൾ ചെയ്യേണ്ടത് പെസ്റ്റൽ ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് നോക്കണം, എക്കണോമിക് ഫാക്ടേഴ്സ് നോക്കണം, സോഷ്യൽ ഫാക്ടേഴ്സ് നോക്കണം, ടെക്നോളജിക്കൽ, എൻവയോൺമെന്റൽ, ലീഗൽ ഫാക്ടേഴ്സ്. ഇതെല്ലാം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ മാക്രോ എൻവയോൺമെന്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതിന് ഈ കാര്യങ്ങളെല്ലാം വാച്ച് ചെയ്താലേ നമ്മൾ മാക്രോ എൻവയോൺമെന്റ് ലെവലിൽ നമുക്കൊരു അനാലിസിസ് നടത്താൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് ഇൻഡസ്ട്രി നോക്കാം. ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? മേഡപ്പ് ഓഫ് ഓർഗനൈസേഷൻ പ്രൊഡ്യൂസിങ് ദ സെയിം പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. നമ്മുടെ മൊത്തത്തിൽ ഷാംപൂ ഇൻഡസ്ട്രിയിൽ എല്ലാ ഷാംപൂ പ്രൊഡ്യൂസിങ് ഇൻഡസ്ട്രീസും വരും. അവിടെ നമ്മൾ നോക്കേണ്ടത് പോർട്ടേഴ്സ് 5 ഫോഴ്സസ് ആണ്. അപ്പം നമുക്കറിയാം ബാർഗനിങ് പവർ ഓഫ് സപ്ലയേഴ്സ്, ബാർഗനിങ് പവർ ഓഫ് ബയേഴ്സ്, ത്രെഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ എൻട്രി ആൻഡ് എക്സിറ്റ്. അതൊക്കെയാണ് അന്നേരം നോക്കേണ്ടത്. ഇനി നമ്മുടെ പുതിയതായിട്ട് കോമ്പറ്റീറ്റേഴ്സിന് കയറാൻ എളുപ്പമുള്ള ഒരു ഇൻഡസ്ട്രി ആണോ, അല്ലെങ്കിൽ തന്നെ നമ്മുടെ ബാർഗനിങ് പവർ ബയേഴ്സിനാണോ സെല്ലേഴ്സിനാണോ കൂടുതൽ, അതൊക്കെയാണ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ സെക്ടർ ലെവലിൽ നമ്മൾ നോക്കേണ്ടി വരുന്നത്. ഇനി അതും കഴിയുമ്പോഴത്തേക്ക് ഏതാണ്? ഏറ്റവും അകത്തോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമ്മീഡിയറ്റ് കോമ്പറ്റീറ്റേഴ്സ് ആരാണ്? നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്? ഇനി അവർ പോവാതെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ അതാണ് ബിസിനസ് എൻവയോൺമെന്റിന്റെ ലേയേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നോക്കേണ്ടത് സ്ട്രാറ്റജിക് ഗ്രൂപ്പ്. കോൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജിക് ഗ്രൂപ്പ് ക്യാൻ ഹെൽപ്പ് ടു ഐഡന്റിഫൈ ക്ലോസ് ആൻഡ് റിമോട്ട് കോമ്പറ്റീറ്റേഴ്സ്. അപ്പം customers' expectations are not same. They have different requirements and importance of which can be understood through market segments and critical success factors. അപ്പം നമ്മുടെ ഫാക്ടേഴ്സ്, നമ്മുടെ ഷാമ്പു എന്തുകൊണ്ട് എല്ലാവരും വാങ്ങുന്നു,
അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഓയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ബിസ്ക്കറ്റ്, നമ്മുടെ കുക്കീസ് എന്തുകൊണ്ട് വാങ്ങുന്നു? അപ്പം നമ്മുടെ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, നമ്മുടെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, കസ്റ്റമേഴ്സ് നമ്മുടെ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതൊക്കെയാണ് ഏറ്റവും ഈ കോമ്പറ്റീറ്റീവ് ആൻഡ് മാർക്കറ്റ് ലെവലിൽ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇമ്മീഡിയറ്റ് ലെവൽ ഈസ് കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് മാർക്കറ്റ്സ്, അത് കഴിയുമ്പോഴത്തേക്ക് ഇൻഡസ്ട്രി ലെവൽ, അതും കഴിയുമ്പോഴത്തേക്ക് മാക്രോ എൻവയോൺമെന്റ് ലെവൽ. ഇതാണ് 3 layers ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇനി ഈ ഡയഗ്രാംസ് ഒക്കെ പറ്റുമെങ്കിൽ വരച്ചാൽ, നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ വരച്ചാൽ നല്ലത്. വരച്ചില്ലെങ്കിലും ഡയഗ്രത്തിന് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് മാർക്ക് ഉണ്ടാവുമോ എന്നുള്ളതൊന്നും അറിയില്ല. എന്നാലും കുറച്ചുകൂടെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണെങ്കിൽ നല്ലതാണ്. അപ്പം നമ്മുടെ ലേയേഴ്സ് വെച്ച് എല്ലാം പോയിന്റ്, പാരഗ്രാഫ് ആയിട്ട് എഴുതുന്നതിനേക്കാളും നല്ലത് എപ്പോഴും പോയിന്റ് ബൈ പോയിന്റ് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമുക്ക് കുറച്ചുകൂടെ അവരെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് നമുക്ക് മാർക്ക് തരട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവരെ മാക്സിമം അവരെ നോട്ടീസ് ചെയ്യിപ്പിക്കാനും അണ്ടർലൈൻ ചെയ്യാനും ഏറ്റവും നല്ല വൃത്തിക്ക് എഴുതാനും ഒക്കെ നോക്കണം. നല്ല പോയിന്റ്സ് ഒക്കെ ആണെങ്കിൽ അണ്ടർലൈൻ ചെയ്യണം, അതൊക്കെ ശ്രദ്ധിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അപ്പൊ ഇത്രയും കാര്യങ്ങൾ വേണം. ബിസിനസ് എൻവയോൺമെന്റ്, ദ ലേയേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് 4+4 ലേയേഴ്സും ചോദിച്ചിട്ടുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 4 മാർക്സ് ആയിരുന്നു. അപ്പൊ ഈ നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ വേണം എത്ര മാർക്സിന്. ഒരുപാട് എഴുതി സമയം കളയാനും നമുക്കില്ല, കാരണം OM വന്നിട്ട് കുറച്ച് പ്രാക്ടിക്കൽ ഇതൊക്കെയാണല്ലോ, അതിന് സമയം പോകും. അതുകൊണ്ട് ഇത് മാക്സിമം നമ്മൾ മാർക്സ് ഒക്കെ നോക്കിയിട്ട് എന്നാൽ കൂടിപ്പോവാതെ കുറഞ്ഞു പോവാതെ എഴുതാൻ നോക്കണം. ഇനി ലേയേഴ്സ് നമ്മൾ നോക്കി, ഇനി നോക്കേണ്ടത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് എന്തൊക്കെയാണ്? Characteristics of business environment. അപ്പൊ നോക്കിയേ, environment is complex ആണല്ലോ. It comprises of number of factors, events, conditions, influences, different sources interacting with each other to create entirely new sets of influences. ഭയങ്കര കോംപ്ലക്സ് ആണ്. ഇപ്പം നമ്മൾ ഇല്ലാത്ത ഇൻഡസ്ട്രീസ് ഇല്ല, ഇല്ലാത്ത ബിസിനസ്സുകൾ ഇല്ല, അപ്പം ഭയങ്കര കോംപ്ലക്സ് ആണ്. അപ്പൊ അതിനകത്തുകൊണ്ട് പുതിയൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കുക, നമുക്ക് എന്താണ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ പുതിയതായിട്ട് ഇപ്പം വരുന്ന എല്ലാ കാര്യങ്ങളും പുതിയ കസ്റ്റമേഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പുതിയതായിട്ട് മാർക്കറ്റിൽ ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് മാർക്കറ്റിൽ ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്, എല്ലാം നല്ല നല്ല സാധനങ്ങൾ ഒരു കോമ്പീറ്റ് ചെയ്ത് ഏറ്റവും ബ്രഷപ്പ് ചെയ്ത് ഏറ്റവും നല്ല ഫോമിലാണ് അവർ ഇറക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് കോമ്പറ്റീറ്റീവ്ലി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. എൻവയോൺമെന്റ് ഈസ് കോംപ്ലക്സ്, എൻവയോൺമെന്റ് ഈസ് ഡൈനാമിക്, ചേഞ്ചിങ് നേച്ചർ ഓഫ് എൻവയോൺമെന്റ്. അതായത് എൻവയോൺമെന്റ് ഒരിക്കലും കോൺസ്റ്റന്റ് അല്ല. എപ്പോഴും ഇപ്പം പാൻഡമിക്സ് വന്നാൽ, അല്ലെങ്കിൽ ക്ലൈമാറ്റിക് ചേഞ്ചസ് വന്നാൽ, അല്ലെങ്കിൽ പൊളിറ്റിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, എന്തെങ്കിലും വാർ വന്നാൽ, എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നാൽ, ഇലക്ഷൻ വന്നാൽ എല്ലാം അഫക്ട് ചെയ്യും നമ്മുടെ ബിസിനസ്സിനെ. അതുകൊണ്ട് എൻവയോൺമെന്റ് ഈസ് ഡൈനാമിക്, എൻവയോൺമെന്റ് ഈസ് എവർ ചേഞ്ചിങ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് കോൺസ്റ്റന്റ്. അതുകൊണ്ട് തന്നെ dynamism of environment is largely due to large number of factors continuously influencing its character and shape. അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസ് എൻവയോൺമെന്റ് വേറൊരു ക്യാരക്ടറിസ്റ്റിക് ആണ് ബിസിനസ് എൻവയോൺമെന്റ് ഈസ് ഡൈനാമിക്. ബിസിനസ് എൻവയോൺമെന്റ് ഈസ് കോംപ്ലക്സ്, ബിസിനസ് എൻവയോൺമെന്റ് ഈസ് ഡൈനാമിക്. ഇനി മൾട്ടി ഫാസറ്റഡ്. Changes in environment may be perceived differently by different individuals. The changes and developments may be considered to be an opportunity to one, threat to another. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൻഡമിക് കൊറോണയൊക്കെ വന്നപ്പോൾ ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോംസ് ഒക്കെ കുറച്ചുകൂടെ നന്നായി. നേരത്തെ എല്ലാവരും ഓഫ്ലൈൻ ആയിരുന്നു പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഓഫ്ലൈൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതൊരു ത്രെട്ടായി മാറി. പക്ഷെ ഓൺലൈൻ പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് അതൊരു ഓപ്പർച്യൂണിറ്റി ആയി. അവർ കുറച്ചുകൂടെ രീതിയിൽ അപ്പൊ ലാപ്ടോപ്സ് അങ്ങനത്തെ കാര്യങ്ങൾ, മൊബൈൽ ഫോൺസ് ഒക്കെ കുറെ സെല്ലായി. അപ്പൊ അങ്ങനത്തെ ബിസിനസ്സിനൊക്കെ അത് ഫേവറബിൾ ആയിട്ട് അഫക്ട് ചെയ്തു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേഞ്ച് എവർ ചേഞ്ചിങ് എൻവയോൺമെന്റ് ആയതുകൊണ്ട് തന്നെ ഈ ചേഞ്ചസ് ഇൻ എൻവയോൺമെന്റ് മേ ബി പെർസീവ് ഡിഫറെന്റ്ലി ബൈ ഡിഫറെന്റ് പീപ്പിൾ. ചില ബിസിനസ്സിന് അത് ഫേവറബിൾ ആയിരിക്കും, അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ചില ബിസിനസ്സിന് അതൊരു ത്രെട്ട് ആവാം. അത് കൊറോണയുടെ ഒക്കെ സമയത്ത് പൂട്ടിപ്പോയ എത്രയോ ബിസിനസ്സുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻവയോൺമെന്റ് ഈസ് മൾട്ടി ഫാസറ്റഡ് എന്നുള്ളതാണ് പോയിന്റ്. അപ്പം ഇറ്റ് മേ ബി എ ഓപ്പർച്യൂണിറ്റി ഫോർ വൺ ബിസിനസ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് വുഡ് ബി എ ത്രെറ്റ് ഫോർ സം അതർ ബിസിനസ്.
ഇനി എൻവയോൺമെന്റ് ഹാസ് എ ഫാർ റീച്ചിങ് ഇമ്പാക്ട്. അതായത് നമ്മൾ ഇമ്മീഡിയറ്റ് സക്സസ് അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മുടെ മെയിൻ എന്ന് പറഞ്ഞ പ്രോഫിറ്റബിലിറ്റി ആണ്. അത് ഇയർ എൻഡിലേ നമുക്കത് ഡിറ്റർമൈൻ ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ ഈ മാസം ഇച്ചിരി ഇതാന്ന് പറഞ്ഞ് നമ്മുടെ ബിസിനസ് ആസ് എ ഹോൾ ഭയങ്കര ലോസിലാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എൻവയോൺമെന്റ്, ദ ഇമ്പാക്ട് ഓഫ് എൻവയോൺമെന്റ് ഇൻ ഓർഗനൈസേഷൻ ഇസ് ഹ്യൂജ്. ഇറ്റ് അഫക്ട്സ് ദ ഗ്രോത്ത് ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ. ഓൺ ദ ഹോൾ ആണ് നമ്മൾ നോക്കേണ്ട. ഇപ്പോഴത്തെ ഒരു ചെറിയ പ്രശ്നം കാരണം ഓൺ ദ ഹോൾ ആ ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ ബിസിനസ്സിന് ലോസ് ആയി പോയി എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അതിനൊരു ഫാർ റീച്ചിങ് ഇമ്പാക്ട് തന്നെ ഉണ്ട്. ഇതൊക്കെയാണ് എൻവയോൺമെന്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് ഈസ് കോംപ്ലക്സ്, ഡൈനാമിക്, മൾട്ടി ഫാസറ്റഡ്, അതുപോലെ തന്നെ ഫാർ റീച്ചിങ് ഇമ്പാക്ട്. ഓക്കെ അല്ലേ? ഇതൊന്നും നമ്മള് ഒരു തവണയൊക്കെ കേട്ടാൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ എഴുതാൻ പറ്റുമല്ലോ. കോംപ്ലക്സ് ആണ്, ഡൈനാമിക് ആണ്, പിന്നെ ഫാർ റീച്ചിങ് ഇമ്പാക്ട് ആണ്, ഡൈനാമിക് ചേഞ്ചിങ് എൻവയോൺമെന്റ് ആണെന്നുള്ളതൊന്നും മറക്കില്ലല്ലോ. അപ്പോ അതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്. ന്യൂ സിലബസ് ജൂൺ 23 ചോദിച്ചതാണ്. അതിന് 4 മാർക്സ്, 4 ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സിന് ആ പോയിന്റ് മാത്രം എഴുതിയാൽ പോരാ, അതിന്റെ കൂടെ എക്സ്പ്ലനേഷനും കൂടെ എഴുതണം. ലെയേഴ്സും അതുപോലെ തന്നെ പോയിന്റ് മാത്രം പോരാ. ഏതൊക്കെയാണ് ലെയർ എന്നുള്ളതല്ല, അതിന് കുറച്ചുകൂടി എക്സ്പ്ലനേഷനും കൂടെ കൊടുക്കണം. 4+4 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഓക്കെ, ഇനി അടുത്തത്. After assuming an organization of your choice, apply the concept of portfolio analysis in it. Now derive various objectives of portfolio analysis and advantages of portfolio analysis. അപ്പോൾ objectives of portfolio analysis ന് 3 marks, advantages of portfolio analysis ന് 4 marks. നോക്കാം. ഓക്കെ, പോർട്ട്ഫോളിയോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ ബിസിനസ്സിന് ഒരുപാട് മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് കാണും. എല്ലാ ഇൻവെസ്റ്റ്മെന്റിന്റെയും കൂടെ ഒരു സം ടോട്ടലാണ് ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. നമ്മുടെ ഷെയർസിന്റെ കാര്യമൊക്കെ പറയുന്ന പോലെ എല്ലാ ഷെയർസിന്റെയും കൂടെ, നമുക്ക് പല കമ്പനിയിലെ ഷെയർസ് ഉണ്ടെങ്കിൽ, അപ്പം ഈ ബിസിനസിന്റെ കാര്യമല്ല, അപ്പം ഒരു ആളുടെ പോർട്ട്ഫോളിയോ, ഒരു ഇൻഡിവിജ്വലിന്റെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് പല കമ്പനീസിന്റെ ഷെയർ ഉണ്ടെങ്കിൽ എന്റെ എല്ലാ ഷെയർസിനെയും കൂടെ ഒരുമിച്ച് പറയുന്നതാണ് പോർട്ട്ഫോളിയോ. അതുപോലെ തന്നെ ബിസിനസ്സിന് പറയുമ്പോഴത്തെ ബിസിനസ് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, എന്തെങ്കിലും ലോസ് മേക്കിംഗ് ആണെങ്കിൽ നമ്മൾ അത് ഷട്ട് ഡൗൺ ചെയ്യണോ, അതുപോലെ തന്നെ ഇനി പ്രോഫിറ്റബിൾ ആയിട്ട് നമ്മൾ വേറൊരു ഇത് കാണുന്നുണ്ടെങ്കിൽ, ഒരു മേഖല കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള അനാലിസിസ് ആണ് പോർട്ട്ഫോളിയോ അനാലിസിസ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതൊക്കെ നന്നായിട്ടാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ള അനാലിസിസ്. അപ്പൊ ഒബ്ജക്റ്റീവ് ഓഫ് പോർട്ട്ഫോളിയോ അനാലിസിസ്: to analyze the current mix of business and to take investment decision. ഇപ്പൊ ITCയുടെ കാര്യം പറയുകയാണെങ്കിൽ, എല്ലാത്തിനും ITC നല്ലൊരു എക്സാമ്പിൾ ആണ്. അപ്പം ITCയുടെ കാര്യം പറയുകയാണെങ്കിൽ കറണ്ട് മിക്സ് ഓഫ് ബിസിനസ്, നമുക്ക് എത്രയൊക്കെ ബിസിനസ് ഉണ്ട്, അതിനകത്തൊക്കെ ഏതാണ്. ഇപ്പൊ ഹോട്ടൽസ് ആണ് നല്ലോണം പെർഫോം ചെയ്യുന്നതെങ്കിൽ അവിടെ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ വെച്ചിട്ട്, നമ്മുടെ ഏതെങ്കിലും FMCG നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യുകയും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ നല്ലതല്ല, ഇനി അവിടെ പെർഫോം ചെയ്യുന്നില്ല അതിന്റെ പ്രൊഡക്ഷൻ കുറച്ചിട്ട് ഹോട്ടൽസ് നന്നായിട്ട് കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി പ്രോഫിറ്റബിൾ ആവത്തില്ലേ. അപ്പം ടു അനലൈസ് ദ കറന്റ് മിക്സ് ഓഫ് ബിസിനസ് and to take investment decision, to develop strategies for adding new businesses in the portfolio by inducing growth. ഇതായിട്ട് എന്തെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, ടു ഡിസൈഡ് ദ ബിസിനസ് ടു ബി റീറ്റെയിൻഡ് ആൻഡ് ടു ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദ പോർട്ട്ഫോളിയോ. പറഞ്ഞ പോലെ ലോസ് മേക്കിംഗ് വല്ലതും ഉണ്ടെങ്കിൽ ഡിമേർജർ, അല്ലെങ്കിൽ അവിടെ ഷട്ട് ഡൗൺ ചെയ്യുക, ക്ലോഷർ നടത്തുക, അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ് എടുക്കണമെങ്കിൽ അതിനുവേണ്ടിയും പോർട്ട്ഫോളിയോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. ടു അനലൈസ് ദ കറന്റ് മിക്സ് ഓഫ് ബിസിനസ് ആൻഡ് ടു ടേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ടു ഡെവലപ്പ് സ്ട്രാറ്റജീസ് ഫോർ ആഡിംഗ് ന്യൂ ബിസിനസ്, അല്ലെങ്കിൽ ടു ഡിസൈഡ് ദ ബിസിനസ് ടു ബി റീറ്റെയിൻഡ് ആൻഡ് ടു ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദ പോർട്ട്ഫോളിയോ. ഇതൊക്കെയാണ് പോർട്ട്ഫോളിയോ അനാലിസിസിന്റെ ഒബ്ജക്റ്റീവ്സ്. എന്തിനാണ് നമ്മൾ പോർട്ട്ഫോളിയോ അനാലിസിസ് ചെയ്യുന്നത്? ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പോർട്ട്ഫോളിയോ അനാലിസിസ് ചെയ്യുന്നത്. നമ്മൾ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ടെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മുടെ പോർട്ട്ഫോളിയോ അനാലിസിസിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ്. ഇനി മറ്റെന്തായിരുന്നു ക്വസ്റ്റ്യൻ? അഡ്വാൻറ്റേജസ് ആയിരുന്നു.
Okay, advantages of portfolio analysis. Advantages and limitation of portfolio analysis. എന്തൊക്കെയാണ്? It encourages the top management to evaluate each of the corporation's business to set objective, allocate resources for each. ഏതൊക്കെ ബിസിനസ് ആണ് നല്ലോണം പെർഫോം ചെയ്യുന്നത്, ഇനി അങ്ങോട്ട് റിസോഴ്സസിന് അലോക്കേറ്റ് ചെയ്തെങ്കിലും ഒരു ബിസിനസ് മാൻ പവർ റിക്വയർമെന്റ് കുറവാണ്, അല്ലെങ്കിൽ മെഷീനറി കുറവാണ്, അല്ലെങ്കിൽ പോട്ടെ ഫിനാൻസ് കുറവാണ്, എന്തെങ്കിലുമൊക്കെ കുറവാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇതൊക്കെ ടോപ്പ് മാനേജ്മെന്റിന് മനസ്സിലാവും എന്ന് പറയുമ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മെയിൻ ആയിട്ടുള്ള ആളുകൾക്ക് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ പോർട്ട്ഫോളിയോ അനാലിസിസ്. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ യൂസ് ഓഫ് എക്സ്റ്റേണലി ഓറിയന്റഡ് ഡേറ്റ ടു സപ്ലിമെന്റ് മാനേജ്മെന്റ് ജഡ്ജ്മെന്റ്. ഇനി നമ്മൾ അനലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഡേറ്റ അതൊക്കെ മാനേജ്മെന്റിന്റെ ജഡ്ജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും. It raises issue of cash flow availability for use of expansion. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ്സിന് ക്യാഷ് ഫ്ലോ വേണമെങ്കിൽ അങ്ങോട്ട് കൂടുതൽ കൊടുക്കുക. in order for expansion and growth. Graphic depiction facilitates communication. അതായത് നമ്മൾ ഈ പോർട്ട്ഫോളിയോ അനാലിസിസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് BCG മെട്രിക്സ്. അത് നമുക്കറിയാം, ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ അല്ലേ. നമ്മുടെ ക്യാഷ് കൗ, ക്വസ്റ്റ്യൻ മാർക്ക്, അങ്ങനെ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആയതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേഷന് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതും ഒരു അഡ്വാൻറ്റേജ് ആണ് പോർട്ട്ഫോളിയോ അനാലിസിസിന്റെ. കുറച്ചുകൂടെ നമുക്കൊരു മാർക്കറ്റ് ഷെയറും മാർക്കറ്റ് ഗ്രോത്തും കൂടെ ഒന്ന് അങ്ങനെയൊക്കെ ഒരു ഗ്രാഫിക് റെപ്രസെന്റേഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കൺവേ ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമ്മുടെ എംപ്ലോയീസിനൊക്കെ അത് കൺവേ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഇത്രയാണ്, മാർക്കറ്റ് ഗ്രോത്ത് ഇത്രയേ ഉള്ളൂ എന്നൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് ഹെൽപ്ഫുൾ ആണ് ഈ പോർട്ട്ഫോളിയോ അനാലിസിസ് വഴി. ഒബ്ജക്റ്റീവ് ഓഫ് പോർട്ട്ഫോളിയോ അനാലിസിസ് എന്തൊക്കെയാണ്, ആൻഡ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പോർട്ട്ഫോളിയോ അനാലിസിസ്? 4 മാർക്സ് ആയിരുന്നു. ഓക്കെ, അതൊക്കെയാണ് 8A ആൻസേഴ്സ്. ഓക്കെ, ഇനി visualize as if you are heading a project-based firm. Justify the formation of project-based structure in your firm. Evaluate the advantages and limitation of project-based structure. ഓക്കെ, പ്രോജക്ട് ബേസ്ഡ് സ്ട്രക്ചറിന്റെ എന്താണ് പ്രോജക്ട് ബേസ്ഡ് സ്ട്രക്ചർ, അതുപോലെ തന്നെ what are the advantages എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. നോക്കാം. ഓക്കെ, പ്രോജക്ട് ബേസ്ഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? is one where teams are created, undertake the work and then they are dissolved. അതായത് ഒരു പ്രൊജക്ട് നമുക്ക് പുതിയതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അതിന് ടാലന്റഡ് ആയിട്ടുള്ളവർ, പല ഡിപ്പാർട്ട്മെന്റിലായിട്ട് സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും അതിന് പറ്റിയ ആളുകൾ. ചിലപ്പോൾ ഡിസൈൻ ചെയ്യുന്നവര്, അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് മാനേജ് ചെയ്യുന്നവർ, അവരുടെ അല്ലെങ്കിൽ ബജറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നവർ, അതെല്ലാം ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ സ്കാറ്റേർഡ് ആണെങ്കിൽ നമ്മൾ അവരെ എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ചാക്കിയിട്ട് ഒരു ടീം ആക്കിയിട്ട് ആ വർക്കിന് വേണ്ടി മാത്രം ടീം ആക്കും. ഇനി അത് കഴിയുമ്പോഴത്തേക്ക് അത് ഡിസോൾവ് ചെയ്യുകയും ചെയ്യും. എപ്പോഴും ഉള്ളൊരു ടീമല്ല. ഇപ്പൊ നമ്മൾ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുമ്പോഴും അവിടെ ഓരോ ടീംസ് ഒക്കെ ഉണ്ടല്ലേ, അത് ഒരു വർക്കിന് വേണ്ടി ഒരു ടീം, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനെ പ്രൊജക്ട് ബേസ്ഡ് സ്ട്രക്ചർ എന്ന് പറയാം. അപ്പൊ ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ഓർഗനൈസേഷൻ ദാറ്റ് ഡെലിവർ ലാർജ് ആൻഡ് എക്സ്പെൻസീവ് ഗുഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ, എഞ്ചിനീയറിംഗ് വർക്ക്സിനൊക്കെയാണ് കൂടുതലും പ്രൊജക്ട് ബേസ്ഡ് സ്ട്രക്ചർ കണ്ടിട്ടുള്ളത്, അതായത് ടീം വർക്ക് ഒക്കെ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇറ്റ്സ് വെയർ ടീംസ് ആർ ക്രിയേറ്റഡ്, അണ്ടർടേക്ക് ദ വർക്ക് ആൻഡ് ദെൻ ദേ ഗെറ്റ് ഡിസോൾവ്. അപ്പൊ അതിൻ്റെതായിട്ടൊരു ബെനിഫിറ്റ്സും ഉണ്ട്, അല്ലാതെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഫ്ലെക്സിബിൾ. Accountability and control are good because project team should have clear tasks to achieve. അപ്പൊ ഇന്ന ആള് ഇത്ര ടാസ്ക് ആണ് ചെയ്യേണ്ടത് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ടീം ആക്കിയിട്ടുള്ളത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ക്ലിയർ ആണ്, കുറച്ചുകൂടെ കൺട്രോളും കാണും, അക്കൗണ്ടബിലിറ്റിയും കാണും. പിന്നെ ഹൈലി ഫ്ലെക്സിബിൾ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതല്ലേ, അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിൾ ആണ്. ഇനി knowledge exchange, our project team members will typically be drawn from different departments within the firm. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത് ആ ടീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അത് നല്ലൊരു ടീം തന്നെ ആയിരിക്കും. നോളേജ് എക്സ്ചേഞ്ചും പോസിബിൾ ആയിരിക്കും. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ഡ്രോ മെമ്പേഴ്സ് ഇന്റർനാഷണൽ ബിക്കോസ് പ്രൊജക്ട് ലൈഫ് സ്പാൻസ് ആർ ടിപ്പിക്കലി ഷോർട്ട്. Project teams may be willing to work temporarily around the world. അതായത് ഇപ്പം ഡൊമസ്റ്റിക് ഒരു കമ്പനി ആണെങ്കിൽ തന്നെ നമുക്കൊരു പ്രൊജക്ട് എബ്രോഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സിന് വേണമെങ്കിൽ അങ്ങോട്ടൊക്കെ പോകാം, അത് അല്ലെങ്കിൽ അവിടുന്ന് കുറച്ച് ടീം മെമ്പേഴ്സിനെ ഇങ്ങോട്ട് വിളിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ
അതുകൊണ്ട് കാരണം ഇതിന്റെ ചെറിയ ലൈഫ് സ്പാൻ നമ്മളെ മൊത്തത്തിൽ നമ്മൾ അവിടെ പോയി വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ടീം ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് ജസ്റ്റ് അങ്ങനെയൊക്കെ ആവാമല്ലോ. അപ്പൊ അവിടുന്ന് നമുക്ക് അബ്രോഡിൽ നിന്ന് വേണമെങ്കിൽ ആൾക്കാരെ ആ ടീമിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെയും വർക്ക് ചെയ്യാമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു സ്ട്രക്ചറും പോസിബിൾ ആണ് ഈ പ്രൊജക്ട് ബേസ്ഡ് സ്ട്രക്ചർ. കാരണം കുറച്ച് ടൈം ഫ്രെയിമിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഇന്റർനാഷണലി നമ്മൾ ആൾക്കാരെ പിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് പ്രൊജക്ട് ബേസ്ഡ് സ്ട്രക്ചേഴ്സിന്റെ advantages. എന്തൊക്കെയാ? where teams are created, they undertake the work and then get dissolved. അപ്പൊ advantages എന്തൊക്കെയാണ്? they are highly flexible, knowledge exchange is possible, and clear accountability കാണും, control കാണും, and it is possible to draw members internationally because project lifespan are typically short. Project teams may be more willing to work temporarily around the world. അതൊക്കെയാണ്. ഇനിയും അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്. കോർഡിനേഷൻ. ഈ ടീമൊക്കെ നമ്മൾ നല്ല എക്സ്പെക്ടേഷനോട് കൂടിയാണ് ഈ ടീമൊക്കെ ഫോം ചെയ്തതെങ്കിലും അവർ തമ്മിലുള്ള കോർഡിനേഷൻ റെഡി അല്ലെങ്കിൽ കോർഡിനേറ്റഡ് ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കില്ല. ഇനി കോൺസ്റ്റന്റ് ബ്രേക്കിംഗ് അപ്പ് ഓഫ് പ്രൊജക്ട് ടീംസ് ക്യാൻ ഓൾസോ ഹിൻഡർ അക്യുമുലേഷൻ ഓഫ് നോളജ് ഓവർ ടൈം വിത്തിൻ സ്പെഷ്യലിസം. അതായത് എപ്പോഴും ഒരു ടീം അല്ലെങ്കിൽ എപ്പോഴും അവർ ഒരു ടീം അല്ലെങ്കിൽ ചിലപ്പോൾ അവർ തമ്മിലൊന്ന് കോർഡിനേറ്റ് ആവാൻ തമ്മിലൊന്ന് സിങ്ക് ആവാൻ കുറച്ച് സമയം എടുക്കും. ഓരോ ടീമും നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഉണ്ടാക്കുന്നു, പിന്നെ അത് ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമല്ലോ ടീം ആക്കി കഴിയുമ്പോഴത്തേക്ക്. ചിലപ്പോൾ അവർ തമ്മിലുള്ള സിങ്ക് ഒന്നും റെഡി അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന നോളജ് എക്സ്ചേഞ്ച് ഒന്നും നടന്നു വരില്ല. അപ്പം കോർഡിനേഷനും അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ബ്രേക്കിംഗ് അപ്പ് ടീം മെമ്പേഴ്സ് can also hinder the accumulation of knowledge. ഇനി മാത്രമല്ല അവരെപ്പോഴും ഇപ്പം ഒരു വർക്കിന് വേണ്ടി നമ്മൾ ആക്കിയ ടീം വന്നിരിക്കട്ടെ, ഇനി അവരെ അതുപോലത്തെ വേറൊരു വർക്കിന് നമ്മൾ ഇനി വേറെ ടീമിനെയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ആ പുതിയ ടീമിന് പഴയ ഇതിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ എക്സ്പീരിയൻസ് ഉണ്ടാവില്ലല്ലോ. ഒരു ടൈപ്പ് വർക്ക് ഒരു ടീമാണ് എപ്പോഴും ചെയ്യുന്നതെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് ബിൽഡപ്പ് ചെയ്യുള്ളൂ, അങ്ങനെ അവർക്ക് നോളജ് വരുള്ളൂ. പക്ഷെ നമ്മളിവിടെ ഈ പ്രൊജക്ട് ബേസ്ഡ് സ്ട്രക്ചറിൽ കൂടുതലും പുതിയ ടീമിനെ ഫോം ചെയ്തിട്ട് പുതിയ ടീം മെമ്പേഴ്സ് വർക്ക് ചെയ്തിട്ട് അവരെ ഡിസോൾവ് ചെയ്യണം. അപ്പം അക്യുമുലേഷൻ ഓഫ് നോളേജും നടന്നൊന്നും വരില്ല. ഇതൊക്കെയാണ് കോർഡിനേഷനും അക്യുമുലേഷൻ ഓഫ് നോളേജ് നടക്കുമോ എന്നുള്ളതുമാണ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് പ്രൊജക്ട് ബേസ്ഡ് സ്ട്രക്ചേഴ്സ് ആയിട്ട് വരുന്നത്. അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസും ചോദിച്ചിട്ടുണ്ട്. രണ്ടിനും കൂടെ എത്ര മാർക്കായിരുന്നു? 2+. അപ്പൊ പ്രൊജക്ട് ബേസ്ഡ് സ്ട്രക്ചർ അതിന്റെ ഫോർമേഷൻ അതൊക്കെയാണ്. എന്താണ് പ്രൊജക്ട് ബേസ്ഡ് സ്ട്രക്ചറിന് 2 മാർക്സ് ഉണ്ട്, അഡ്വാൻറ്റേജസിന് 4 മാർക്സ് ഉണ്ട്, ലിമിറ്റേഷന് 2 മാർക്സും ഉണ്ട്. അപ്പൊ എല്ലാം കൂടെ 8 മാർക്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, എല്ലാവരും അവിടെ തന്നെ ഉണ്ടോ? എങ്ങനെയുണ്ട്? മനസ്സിലാവുന്നുണ്ടോ? പ്രൊജക്ട് ബേസ്ഡ് സ്ട്രക്ചർ മനസ്സിലായോ? ടെക്സ്റ്റ് തുറന്ന് ടെക്സ്റ്റ് മാർക്ക് ചെയ്ത് പോകണം. ഓൾറെഡി നോക്കിയതാണെങ്കിൽ റിവൈസ് ചെയ്ത് പോകണം. അങ്ങനെ നമുക്ക് ഇത്രയും നേരം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന അവസാനം ഒന്നുമില്ലാതാവരുത്. സമയം അധികം ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് വർത്ത് ആവണം. ഓക്കെ, അപ്പൊ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ബിസിനസ് പ്രോസസ് റീഎഞ്ചിനീയറിംഗ്? ഇതും എപ്പോഴും നമ്മൾ ഡിഫൈൻ ദ ടേം സ്ട്രാറ്റജി എന്ന് ചോദിച്ച പോലെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബിസിനസ് പ്രോസസ് റീഎഞ്ചിനീയറിംഗ്. പഴയ സിലബസ് ആണ്, പുതിയ സിലബസ് ആണ്. വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് റീസൺസ് ദാറ്റ് ലീഡ് ആൻ ഓർഗനൈസേഷൻ ടു അണ്ടർടേക്ക് റീഎഞ്ചിനീയറിംഗ്? 2+3 5 മാർക്സ് ക്വസ്റ്റ്യൻ. അപ്പൊ 7, 8 ഇങ്ങനെ തന്നെ ആവണമെന്നില്ല, 5, 10 അങ്ങനെ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോ ബിസിനസ് പ്രോസസ് റീഎഞ്ചിനീയറിംഗ് എന്താ നോക്കാം. ഇവിടെ ബിസിനസ് പ്രോസസ് റീഎഞ്ചിനീയറിംഗ്. Okay, Unit 10.4. Business process reengineering may be considered as radical redesign. ഈ വാക്കുകളൊക്കെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവണം. കാരണം നമ്മൾ സ്വന്തമായിട്ട് വേറെ വാക്കുകളൊക്കെ ഇവിടെ ഇട്ടാലും ഇത്രയും നല്ല വാക്കാവില്ല. അതുകൊണ്ട് തന്നെ റാഡിക്കൽ
റീഡിസൈൻ, അതങ്ങ് ബൈ ഹാർട്ട് ആയിട്ട്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ വാക്കുകൾ മാറ്റാൻ നിൽക്കരുത്. നമ്മുടെ രീതിക്ക് അത് എഴുതി കഴിയുമ്പോഴത്തേക്ക് അത്ര ഒരു എഫക്റ്റ് വന്നു എന്ന് വരില്ല. അപ്പൊ റാഡിക്കൽ റീഡിസൈൻ ഓഫ് ദ ബിസിനസ് പ്രോസസ് ഓഫൻ യൂസ് ബൈ കമ്പനീസ് ടു കട്ട് കോസ്റ്റ് ആൻഡ് റിട്ടേൺ ടു പ്രോഫിറ്റബിലിറ്റി. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുകയാണെങ്കിൽ നമ്മുടെ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു, പക്ഷെ അതനുസരിച്ച് പ്രോഫിറ്റ് ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒക്കെ അവസ്ഥയിൽ നമ്മൾ കാര്യമായിട്ട് ചിന്തിച്ച് ഓക്കെ നമുക്കൊരു റീഡിസൈനിങ് ആവശ്യമാണ്. അപ്പൊ അതിന്റെ പേരാണ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട്. റാഡിക്കൽ റീഡിസൈൻ ഓഫ് ദി ബിസിനസ് പ്രോസസ് യൂസ്ഡ് ബൈ കമ്പനി. എന്തൊക്കെ അതിന്റെ മെയിൻ കാര്യങ്ങൾ? ടു കട്ട് കോസ്റ്റ് കുറയ്ക്കുക, പ്രോഫിറ്റ് കൂട്ടുക. ഇത് തന്നെയാണല്ലോ എല്ലാ ബിസിനസിന്റെ മെയിൻ കാര്യം. കോസ്റ്റ് മാക്സിമം കുറച്ചിട്ട് പ്രോഫിറ്റ് മാക്സിമം കൂട്ടുക. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയർ, റാഡിക്കൽ റീഡിസൈൻ അത് മറക്കരുത്. ഓക്കെ, ഇനി 3 ഇമ്പോർട്ടന്റ് റീസൺസ് എന്തിനു വേണ്ടി ഒരു ഓർഗനൈസേഷൻ റീ എഞ്ചിനീയറിംഗ് നടത്തണം. എന്തിനു വേണ്ടി? നീഡ്സ് ഡ്രമാറ്റിക് ഇംപ്രൂവ്മെന്റ്സ് ടു സസ്റ്റെയിൻ ഇറ്റ്സെൽഫ് ആൻഡ് ഓൾറെഡി ഇൻ ഡീപ് ട്രബിൾ. അവർ ഒത്തിരി ഭയങ്കര പ്രശ്നത്തിലാണ്, അപ്പൊ അവർക്ക് ഭയങ്കരമായ ഇംപ്രൂവ്മെന്റ് ആവശ്യമാണ്. ഹൈ ഫെയിലിയർ റേറ്റ് ഓഫ് പ്രൊഡക്ട്സ്, റെപ്പിറ്റേറ്റീവ് കസ്റ്റമർ കംപ്ലൈന്റ്. കസ്റ്റമേഴ്സ് എല്ലാം കംപ്ലൈന്റ് ചെയ്യാണ്, ഭയങ്കര നമ്മുടെ പ്രൊഡക്ട്സ് എല്ലാം ഫെയിൽ ചെയ്യാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്തോ കാര്യമായി പ്രശ്നമുണ്ട്, എല്ലാം ഒന്ന് റീഎഞ്ചിൻ ചെയ്യണം, എല്ലാ വയറൊക്കെ ഒന്ന് അഴിച്ച് മൊത്തത്തിൽ ഒന്ന് ശരിയാക്കിയാലേ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അപ്പൊ ഓർഗനൈസേഷൻ നീഡ്സ് ഡ്രമാറ്റിക് ഇംപ്രൂവ്മെന്റ് ടു സസ്റ്റെയിൻ. എന്നാലേ അവർക്ക് നിലനിൽപ്പുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. because they are already in deep trouble. ഇനി ഹൈ ഫെയിലിയർ റേറ്റ് ഓഫ് പ്രൊഡക്ട്സ്, റെപ്പിറ്റേറ്റീവ് കസ്റ്റമർ കംപ്ലൈന്റ്സ്. എല്ലാവരും പ്രശ്നം പറയാണ്, ഒന്നും കൊള്ളില്ല എന്ന് പറയാണ്. അപ്പൊ നമ്മൾ റീഡിസൈൻ ചെയ്തേ പറ്റൂ. ഇനി അടുത്ത എന്താണ്? ആൻഡ് ഡ്യൂ ടു സം ഡ്രമാറ്റിക് ചേഞ്ചസ് ഇൻ എൻവയോൺമെന്റ് ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇപ്പൊ പാൻഡമിക്കിന്റെ കാര്യം പറഞ്ഞ പോലെ ഓഫ്ലൈൻ മാത്രം ഫോക്കസ് ചെയ്തിരുന്ന കോച്ചിങ് സെന്റേഴ്സ് മനസ്സിലാക്കണം, നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നമ്മൾ ഇതിനനുസരിച്ച് എൻവയോൺമെന്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈനും കൂടെ തുടങ്ങിയാലേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ കാര്യം may be felt by management keeping in mind the imminent problems that organization is expected to face in future. Maybe ഫ്യൂച്ചറിലാവാം, അല്ലെങ്കിൽ കറണ്ട് പ്രോബ്ലം ആയിരിക്കാം. എന്തായാലും നമുക്ക് എൻവയോൺമെന്റ് ചേഞ്ച് ആവുന്ന അനുസരിച്ചും റീഡിസൈനിങ് ആവശ്യമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇന്റേണലി ഉള്ള പ്രശ്നമായിരുന്നു, നമ്മുടെ പ്രൊഡക്റ്റ് ഒന്നും വർക്ക് ആവുന്നില്ല എന്നുള്ളതൊക്കെ നമുക്ക് ഇന്റേണലി ഒരു റീ എഞ്ചിനീയറിംഗ് നടത്താൻ മതിയായിരുന്നു. പക്ഷെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണമാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയാം, ഡ്യൂ ടു ഡ്രമാറ്റിക് ചേഞ്ചസ് ഇൻ എൻവയോൺമെന്റ്. ഇനി ഭാവിയിൽ നമ്മൾ കാണുകയാണ് കുട്ടികളാരും സ്കൂളിൽ ഇപ്പം എല്ലാം ബാക്ക് ടു നോർമൽ ആയി, എന്നാലും പറയാണ് ഭാവി കുട്ടികളൊന്നും സ്കൂളിൽ പോകുന്നില്ല, എല്ലാം ഓൺലൈൻ ആണെന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴേ അതിനനുസരിച്ച് നമ്മുടെ ബിസിനസ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോഴേ അതിനുള്ള എല്ലാ രീതിയിലും നമ്മൾ തയ്യാറായിട്ടിരുന്നാലേ പറ്റൂ. And there can be situations where re-engineering can help organization to be in better position that they are currently. ഇനി ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല, കസ്റ്റമർ കംപ്ലൈന്റും ഇല്ല, നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ നന്നായിട്ട് തന്നെ പോവാണ്. എന്നാലും നമുക്ക് അത്യാഗ്രഹം കുറച്ചുകൂടെ ബെറ്റർ പൊസിഷനിലായി. ഇപ്പം തന്നെ നമ്മൾ സൂപ്പർ, അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്താൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയാലോ. അപ്പൊ റീ എഞ്ചിനീയറിംഗ് ക്യാൻ ഹെൽപ്പ് ഓർഗനൈസേഷൻ ടു ബി ബെറ്റർ പൊസിഷൻ ദാൻ ദേ ആർ കറന്റ്ലി. അപ്പം നമ്മളിപ്പോ അത്യാവശ്യം മാർക്കൊക്കെ ഇതുവരെ കിട്ടിയൊക്കെ വന്നവരാണെങ്കിൽ ഓക്കെ ഒരു റീ എഞ്ചിനീയറിംഗ് ആവശ്യമാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് റാങ്ക് തന്നെ നേടാം. അപ്പൊ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് approach. അപ്പം these are the 3 important reasons that lead an organization to undertake re-engineering. എന്തൊക്കെയാണ്? They need dramatic improvements, അല്ലെങ്കിൽ അവർ എൻവയോൺമെന്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അല്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല, പക്ഷെ അവർക്ക് ഒരു ബെറ്റർ പൊസിഷൻ ആവശ്യമാണ്. അപ്പൊ അതാണ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗിന്റെ റീസൺസ്. പിന്നെ അത്രയല്ല ഉണ്ടായിരുന്നുള്ളൂ ക്വസ്റ്റ്യൻ, അത്ര ഉണ്ടായിരുന്നുള്ളൂ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, B-യുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ 2 ടേംസ് ഡിജിറ്റൈസേഷൻ ആൻഡ് ഡിജിറ്റലൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കിയിട്ട് പോകാം, പിന്നെ വന്ന് വായിക്കണ്ടല്ലോ. ഇന്റർനെറ്റ് ഓഫ് തിങ്സിനെ പറ്റി, വേരിയസ് ആപ്ലിക്കേഷൻ ഏരിയാസ് ഓഫ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. അപ്പൊ ഇത് രണ്ടുമാണ് 9ന്റെ ബി ക്വസ്റ്റ്യൻസ്. ഡിജിറ്റൈസേഷൻ 4 മാർക്സ്, മറ്റേന് 6 മാർക്സ്. ഓക്കെ, ഓക്കെ. ഡിജിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ അനലോഗ് ഡേറ്റ നീഡ്സ് ടു ബി കൺവേർട്ടഡ് ആൻഡ് ജനറേറ്റഡ് ബൈ ഓപ്പറേറ്റിംഗ് മെഷീനറി യൂസിങ് ഡിവൈസസ്, ഫിസിക്കൽ ഡോക്യുമെന്റ്സ് ഇൻ ടു ഡിജിറ്റൽ ഡേറ്റ ആൻഡ് റെക്കോർഡ്സ്. അതായത് നമ്മൾ എന്തൊക്കെയാണോ ഡീൽ ചെയ്യുന്നത് അതെല്ലാം നമ്മൾ കമ്പ്യൂട്ടറൈസ് ചെയ്തേക്കാം ഇപ്പം. അതുകൊണ്ട് തന്നെ അതിനെ ആ അനലോഗ് ഫോമിൽ നമ്മുടെ റെക്കോർഡ്സ് ഒക്കെ റിട്ടേൺ റെക്കോർഡ്സ് ആണെങ്കിൽ തന്നെ അതിനെ കമ്പ്യൂട്ടറിലേക്ക്
ആ ഒരു രീതിയിൽ റെക്കോർഡ് ചെയ്യുന്നതിനാണ് ഡിജിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാലോ, യൂസ് ഓഫ് ഡിജിറ്റൽ ടെക്നോളജീസ് എന്ന് പറയുമ്പോൾ ഇ കൊമേഴ്സ്, ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഡിജിറ്റലൈസേഷൻ. ഇനി അത് നമ്മൾ ആദ്യം പറഞ്ഞ ഡിജിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ എക്സാമിനൊക്കെ ഇപ്പൊ കമ്പയർ ചെയ്യാനല്ല ചോദിച്ചത്, ഏതെങ്കിലും ഒരു വേർഡ് ചോദിച്ചെങ്കിലും തെറ്റിപ്പോയത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡിജിറ്റൈസേഷൻ കണ്ടാൽ ഡിജിറ്റലൈസേഷന്റെ കാര്യങ്ങൾ എഴുതരുത്. അപ്പൊ ഡിജിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനലോഗ് ഡേറ്റ, നമ്മളുടെ കയ്യിൽ ഇതായിട്ട് റോ ആയിട്ടുള്ള ഡേറ്റ നമ്മൾ ഡിജിറ്റലി ഫീഡ് ചെയ്യുന്നു. ഡിജിറ്റൽ ഡേറ്റ ആൻഡ് റെക്കോർഡ്സ് കൊടുക്കുന്നു. എന്തിനു വേണ്ടി? നമുക്ക് ബാക്കപ്പിന് വേണ്ടിയിട്ടും എല്ലാത്തിനും വേണ്ടിയിട്ട് ചെയ്യുന്നതിനാണെങ്കിലാണ് ഡിജിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾ ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്യുന്നു. ഇ കൊമേഴ്സ്, ഫോർ എക്സാമ്പിൾ ഇ കൊമേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിനാണ് ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് ഡിജിറ്റലൈസേഷന്റെ മെയിൻ പോയിന്റ്സ് ആയിട്ട് വരുന്നത്. Digitalization is highly needed because of changing business, operating and revenue models with the objective to generate more turnover and achieve maximization of value creation. അപ്പോൾ ഡിജിറ്റലൈസേഷൻ നോക്കി. അടുത്ത നമ്മൾ എന്തായിരുന്നു? ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്താണ്? ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് ഇന്റർറിലേറ്റഡ് computing devices, mechanical, digital objects, animals, people that are provided with unique identifiers and ability to transfer data over network without requiring human to human and human to computer interaction. ഇതാണ് മെയിൻ അതിനകത്ത് പോയിന്റ് വരുന്നത്. ഹ്യൂമൻ ടു ഹ്യൂമൻ അല്ലെങ്കിൽ ഹ്യൂമൻ ടു കമ്പ്യൂട്ടർ ഇന്ററാക്ഷൻ ഇല്ലാതെ നമുക്കെല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ എങ്ങനെ പറ്റും? അതാണ്. ഇപ്പൊ നമ്മൾ എന്ത് സാധനം വാങ്ങാൻ പോയി, AC, വാഷിംഗ് മെഷീൻ ഒക്കെ ആണെങ്കിലും അവരെല്ലാം പറയുന്നത് എന്താ? വൈഫൈ കൺട്രോൾഡ് ആണ്, AI ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ മാക്സിമം ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇല്ലാതെ എങ്ങനെ പെർഫോം ചെയ്യാം എന്നുള്ളതിന്റെ സ്റ്റഡിയാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ഓക്കെ, അപ്പം അതിന്റെ അഡ്വാൻറ്റേജസ്, ദ റീസൺ അഡ്വാൻസസ് ഇൻ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്തൊക്കെയാണ്? ആക്സസ് ടു ലോ കോസ്റ്റ്, ലോ പവർ സെൻസർ ടെക്നോളജി. അപ്പം നമുക്ക് ആദ്യത്തെ ഒരു ഇനിഷ്യൽ കോസ്റ്റ് കുറച്ച് ഹൈ ആണെങ്കിലും ഇതാണല്ലോ ഭാവിയിൽ റൂൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ അത് കുറച്ചുകൂടെ ഒരു ലോ കോസ്റ്റ്, ലോ പവർ സെൻസർ ടെക്നോളജി. അപ്പൊ ആദ്യമൊക്കെ ഇച്ചിരി നമ്മൾ ഈ ഇതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് കുറച്ചൊരു ഭയങ്കര റേറ്റ് ആയിരിക്കും. പക്ഷെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം അത് ഫോളോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആക്സസ് നമ്മുടെ കസ്റ്റമേഴ്സിനെ വെച്ചോളം ആക്സസ് കുറച്ചുകൂടെ ലോ കോസ്റ്റിൽ കിട്ടും. പിന്നെ കണക്ടിവിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോംസ്, അതായത് ഇൻക്രീസ് ഇൻ അവൈലബിലിറ്റി ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് platforms enables both business and consumers to access the infrastructure they need to scale up without actually having to manage it all. ഇപ്പൊ എല്ലാം മിക്കവാറുള്ള ബിസിനസ്സുകളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ക്ലൗഡ്സിലാണ്, അല്ലാതെ അവരുടെ തന്നെ ഇതല്ല ക്ലൗഡ്. അപ്പൊ നമുക്ക് അത്രയും ഇൻഫ്രാസ്ട്രക്ചർ അത്രയും കുറച്ച് മതിയല്ലോ. അപ്പൊ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന വരെ നമ്മൾ ഏതെങ്കിലും ഒരു ക്ലൗഡ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും അവർക്ക് കുറച്ചുകൂടെ കോസ്റ്റ് ബെനിഫിറ്റ്. അതുപോലെ തന്നെ ബാക്കപ്പും കുറച്ചുകൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒക്കെ അതായിരിക്കും. ഇനി അതിന്റെ ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ ഒരു അഡ്വാൻസ് ആണ് മെഷീൻ ലേണിംഗ് ആൻഡ് അനലിറ്റിക്സ്. Access to varied and vast amounts of data stored in cloud, businesses can gather insights faster and more easily. ഇനി conversational artificial intelligence, അതായത് യൂസ് ഓഫ് ഡിജിറ്റൽ പേഴ്സണൽ അസിസ്റ്റൻസ് ലൈക്ക് അലക്സ, കോർട്ടാന, സിറി. അപ്പൊ അതും ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ ഒരു റീസെന്റ് അഡ്വാൻസ് ആണ്. ഇനി സ്മാർട്ട് ലൈറ്റിംഗ് വരുമ്പോഴത്തേക്കോ, ബൾബ്സ് ആൻഡ് ബാറ്റൺസ് കണക്റ്റഡ് ടു വൈഫൈ ക്യാൻ ബി ടേൺഡ് ഓഫ് ആൻഡ് ടേൺഡ് ഓൺ റിമോട്ട്ലി. അപ്പൊ നമുക്ക് എല്ലാം നമ്മുടെ ഇലക്ട്രോണിക് മെഷീൻസിനൊക്കെ നമ്മുടെ ഫോണിൽ എടുത്തിട്ട് നമുക്ക് അതിന്റെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാം. നമ്മുടെ AC ഒക്കെ നമുക്ക് ഫോണിൽ ഫോണിൽ നമുക്ക് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ AC റിമോട്ട് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് അതിനെ സ്വിച്ച് ഓണും സ്വിച്ച് ഓഫും ചെയ്യാം, അതിന്റെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലൈറ്റ്സ് ഒക്കെ അങ്ങനെ കൺട്രോൾ ചെയ്യാം. അതൊക്കെ ഒരു ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ ഒരു അഡ്വാൻസ് ആണ്. സ്മാർട്ട് പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ, അതായത് അവിടെ ഉള്ള സെക്യൂരിറ്റി, കുറേ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള മാളൊക്കെ ആണെങ്കിൽ എന്താ കൗണ്ടിങ് ഓരോന്നും പോയി ഇങ്ങനെ ചെക്ക് ചെയ്യാതെ നമുക്ക് അല്ലാതെ തന്നെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമ്പർ ഓഫ് കാർസ് പാർക്ക്ഡും അതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെയാണോ, ഇനി ഏതെങ്കിലും കാർ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സ്പേസ് വേക്കന്റ് ആയി എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. മെഡിക്കൽ ഫ്രിഡ്ജസ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്പയറി ഡേറ്റ്, കുറേ ആയിട്ടിരിക്കുന്ന മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ എക്സ്പയറി ഡേറ്റ് ആവാറായോ
ഒക്കെയുള്ള ടെമ്പറേച്ചർ റെഗുലേഷൻ അങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാനും ഈ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് വഴി പോസിബിൾ ആണ്. ഹാവിംഗ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് സെൻസേഴ്സ് inside the medical fridges can enable them to be monitored remotely and the temperature changed as per requirement. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ റീസെന്റ് അഡ്വാൻസസ് വന്നിരിക്കുന്നത്. ഏറ്റവും മിനിമം ഹ്യൂമൻ ഇന്റർവെൻഷൻ വെച്ചിട്ട് എങ്ങനെ ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അല്ല, അല്ലാതെ ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളിലോട്ടല്ല. അപ്പൊ നമുക്ക് സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ എങ്ങനെ ഇത് കൊണ്ടുവരാം, എന്താണ് റീസെന്റ് അഡ്വാൻസസ്, അതൊക്കെയാണ്. അപ്പം ഏതിന്റെ ഒരു കാര്യത്തിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ചോദിച്ചാലും ലോ കോസ്റ്റ് എന്നുള്ളതും ഈസിയർ ആണെന്നും ഫ്ലെക്സിബിൾ ആണെന്നും ഫാസ്റ്റർ ആണെന്നും ഒക്കെ ഉള്ളത് പോയിന്റ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ വായിച്ച പോയിന്റ്സ് ഇതൊക്കെ എന്തായാലും നമ്മൾ മനസ്സിലുണ്ട്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് ഏതെങ്കിലുമൊക്കെ ഇതിനകത്തൊക്കെ മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കണം. ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഈസി ആണെന്നും ഫാസ്റ്റ് ആണെന്നും ഒക്കെ എഴുതണം എന്നുള്ളതാണ്. സ്മാർട്ട് ലൈറ്റിംഗ്, സ്മാർട്ട് പാർക്കിംഗ്, മെഡിക്കൽ ഫ്രിഡ്ജസ്, അതൊക്കെയാണ് റീസെന്റ് അഡ്വാൻസസ് ഇൻ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ഇനി ഇത് ക്വസ്റ്റ്യന്റെ ഭാഗമല്ല, എന്നാലും ഇമ്പോർട്ടന്റ് ആണ്. ഡിജിറ്റൽ സ്ട്രാറ്റജി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്കകത്ത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോംസ്, അതായത് ഒരു അഡ്വർടൈസ്മെന്റ് ഒക്കെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡ്ഇൻ, സ്നാപ്ചാറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. ചില ആപ്പിലോട്ടൊക്കെ കയറാൻ സമ്മതിക്കത്തില്ല ആ അഡ്വർടൈസ്മെന്റ് കാണാതെ, അല്ലെങ്കിൽ അവരുടെ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കേണ്ടി വരും. അപ്പൊ അത് ഫസ്റ്റ് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് എന്ത്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോംസ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇതിലൂടെയൊക്കെ അഡ്വർടൈസ് ചെയ്യാന്നുള്ളത് അതൊരു സ്ട്രാറ്റജിയാണ്. അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, നമുക്കറിയാലോ, നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പ്രൊമോഷൻ എടുത്തിട്ട് നമ്മുടെ സെലിബ്രിറ്റി സൈറ്റ്സ് ആൻഡ് അതേഴ്സ് ആർ കൺസിഡർഡ് എക്സ്പേർട്സ് ഇൻ ദിസ് ഫീൽഡ്. കാറിനെ പറ്റി ഓട്ടോമൊബൈലിനെ അതിന്റെ ഒക്കെ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ ആ കൈൻഡ് ഓഫ് ആഡ് കമ്പനീസ് ഒക്കെ ആയിരിക്കും അവരെ അപ്രോച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ഒക്കെയാണ്, അല്ലെങ്കിൽ ഫേസ് ക്രീം അല്ലെങ്കിൽ മേക്കപ്പ് അങ്ങനത്തെ ഒക്കെ മാർക്കറ്റിംഗ് ആവശ്യമുള്ളവരാണെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഒരു ടൈപ്പ് ഓഫ് ഡിജിറ്റൽ സ്ട്രാറ്റജിയാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഇനി ഇമെയിൽ മാർക്കറ്റിംഗ്, പ്രൊമോഷൻസ് ഒക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ഒരു ഏതെങ്കിലും ഒക്കെ സൈറ്റിൽ കയറിയിട്ട് ഓക്കെ നല്ല അടിച്ചു കഴിയും, നമ്മൾ ഡീറ്റെയിൽസ് മെയിലൊക്കെ കൊടുത്തിട്ട് ഓക്കെ അടിക്കുകയാണെങ്കിൽ അവർ പിന്നെ ഇങ്ങോട്ട് അയച്ചോളും. എല്ലാ മെയിൽസും സമയങ്ങളിൽ ഇങ്ങോട്ട് അയച്ചു തന്നോളുമല്ലോ. അപ്പൊ പ്രൊമോഷൻസ്, ഇപ്പൊ ബുക്ക് മൈ ഷോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഒക്കെ പ്രൊമോഷൻസ് ഇങ്ങനെ അയക്കും. അതാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ കോണ്ടന്റ് മാർക്കറ്റിംഗ്. കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് വരുന്നത് എന്തുണ്ട്, ഇവിടെ എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് ജിംവിയ ഷൂ. അപ്പൊ അതിന്റെ കസ്റ്റമർ മൈ റിയലൈസ് നീഡ് ന്യൂ ഷൂസ് ടു വിയർ ടു ജിം, ഫീച്ചേഴ്സ് ടു ഫോർ. അപ്പം ജിമ്മിന് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഷൂവിന്റെ ആവശ്യം വരും. അതിനെ എന്താ പറയാ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്യാം. നമ്മള് ജിമ്മിൽ പോയി കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണല്ലോ റണ്ണിങ് ഷൂസ് വേണമെന്നുള്ളത്. അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള മാർക്കറ്റിംഗ്. അപ്പം അവിടുത്തെ ചിലപ്പോൾ അവിടെ ഇത് കാണും, അതിന്റെ സർവീസ് സെയിൽസ്മാൻ അവിടെ കാണും. അപ്പൊ നമ്മളോട് മെമ്പർഷിപ്പ് എടുക്കാൻ പറയും അതിനും, അങ്ങനെയൊക്കെ. അപ്പം ബയർ റിയലൈസസ് ദർ ഹാവ് എ നീഡ് ആൻഡ് ദ കൺസിഡറേഷൻ. അടുത്ത 3 സ്റ്റേജസ് വരും അതിനകത്ത്: അവയർനെസ് സ്റ്റേജ്, കൺസിഡറേഷൻ സ്റ്റേജ്, ഡിസിഷൻ സ്റ്റേജ്. അതിനകത്ത് ഇപ്പൊ അവയർനെസ് സ്റ്റേജ് ബയർ റിയലൈസസ് ദാറ്റ് ദേ ഹാവ് എ നീഡ്. കൺസിഡറേഷൻ സ്റ്റേജ് ആയി കഴിയുമ്പോഴത്തേക്ക് കോഴ്സ് ഓഫ് ആക്ഷൻ ടു മീറ്റ് ദിസ് നീഡ്. ആൻഡ് ഡിസിഷൻ സ്റ്റേജിൽ ബയർ തീരുമാനിച്ചു നമുക്ക് ആ ഐറ്റം വാങ്ങിച്ചേ പറ്റുള്ളൂ. അപ്പം ജിം അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത അങ്ങനത്തെ പ്ലാറ്റ്ഫോംസിൽ അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അവിടെ നമ്മുടെ ഷൂ ഒരു ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട എന്താ പറയാ ആ ഔട്ട്ലെറ്റ്സ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ്. ഇനി സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഗൂഗിളിലൊക്കെ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സെർച്ച് ചെയ്യാൻ പകുതിയായി കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ അത് മോഡിഫൈ ചെയ്ത് വെക്കുക. അപ്പൊ അങ്ങനത്തെ കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് ആണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. കസ്റ്റമർ ഫ്രം ഇപ്പൊ മേളത്തെ എക്സാമ്പിളിൽ കസ്റ്റമർ ഫ്രം ദ എബോവ് എക്സാമ്പിൾ ഇസ് കണ്ടക്ടിങ്. അപ്പോൾ റിസർച്ച്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി റിസർച്ച് ചെയ്യാനോ എന്തെങ്കിലും ഒക്കെ പറ്റി നോക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അതിനെ ബേസ് ചെയ്ത് തന്നെ പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓക്കെ നമ്മൾ ഗൂഗിളിലൊക്കെ എന്തെങ്കിലും സെർച്ച് ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എല്ലാം അതിന്റെ
ആഡ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്ത് വെക്കാം. അത് കൈൻഡ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ്. നമ്മൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഡേറ്റ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നമ്മൾ നോക്കുന്ന പ്ലാറ്റ്ഫോംസിൽ അതിന്റെ ആഡ്സ് ഒക്കെ വരിക. അതാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ മാർക്കറ്റിംഗ്. ഇനി പേ പെർ ക്ലിക്ക്, അതും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അതെങ്ങനെയാണ്? Marketers place ads on websites or search engines such as Google or Microsoft Bing and they pay a fee each time the ad is clicked on. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യാൻ ഗൂഗിളിലായിക്കോട്ടെ എന്തെങ്കിലും നോക്കുമ്പോഴത്തേക്ക് സൈഡിലെല്ലാം ഇങ്ങനെ ആഡ്സ് വരുന്നത് കാണാം. അപ്പൊ നമ്മൾ അബദ്ധത്തിൽ വല്ല അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മാർക്കറ്റിംഗ് കമ്പനി, ആ അഡ്വർടൈസിംഗ് കമ്പനി അവർക്ക് ക്യാഷ് കൊടുക്കും. ഗൂഗിളിനും അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ബിങ്ങിന് ക്യാഷ് കൊടുക്കുക എന്നുള്ളത്. എവറി ടൈം ദ കസ്റ്റമർ പിക്സ് ദാറ്റ് ആഡ് കമ്പനി പേ ചെയ്യും. ഇനി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് റെഫറൽ പ്രോഗ്രാംസ് നമ്മൾ ഗൂഗിൾ പേയിൽ അല്ലെങ്കിൽ ഫോൺ പേയിലൊക്കെ ബുക്ക് മൈ ഷോയിൽ, അപ്പൊ അവിടെയൊക്കെ എന്ത് റെഫറൽ പ്രോഗ്രാം, റെഫർ യുവർ ഫ്രണ്ട് ആൻഡ് ഏൺ റിവാർഡ്സ്, അപ്പൊ അങ്ങനത്തെ, അപ്പൊ നമുക്ക് അങ്ങനത്തെയൊക്കെ കാര്യങ്ങളിൽ എന്താ, അപ്പൊ ആ മാർക്കറ്റിംഗ് കമ്പനി, ആ അഡ്വർടൈസ്മെന്റ് കമ്പനി എന്ത് ചെയ്യും? കമ്മീഷൻ കൊടുക്കും ഈ പ്ലാറ്റ്ഫോംസിന്. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ ഈ ഇത് ബുക്ക് മൈ ഷോയിലൊക്കെ പോപ്കോൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതൊക്കെ റെസ്റ്റോറന്റ് ഒക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പൊ ആ റെസ്റ്റോറന്റ് അവർക്ക് ബുക്ക് മൈ ഷോയ്ക്ക് ഇത് കൊടുക്കും, കമ്മീഷൻ കൊടുക്കും. അപ്പൊ അങ്ങനത്തെ കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് ആണ് അഫിലിയേറ്റ് മാർക്കറ്റ്. റെഫറൽ പ്രോഗ്രാം വഴി അങ്ങനത്തെ ഒക്കെ അങ്ങനെ കമ്മീഷൻ കൊടുക്കുന്നതൊക്കെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ വരുന്നത്. ഇനി മൊബൈൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ പറഞ്ഞ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാം വരും. ഇനി അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ്, സോഷ്യൽ മീഡിയ, പുഷ് മെസ്സേജസ്, ഇമെയിൽ, അപ്പൊ അതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ നമ്പറൊക്കെ എവിടെയെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ഓരോ കാര്യങ്ങളുടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ അതാണ് മൊബൈൽ മാർക്കറ്റിംഗ്. അപ്പൊ ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ഇതും പുതിയ സിലബസ് വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു പോർഷൻ ആയതുകൊണ്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ല, ബട്ട് സ്റ്റിൽ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ജൂൺ 23 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി, എല്ലാ ക്വസ്റ്റ്യൻസും നോക്കിയില്ല, ഒന്ന് കൺഫേം ചെയ്യാം. എവിടെ? അപ്പം ജൂൺ 23 ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ നോക്കി. ഇനി ഡിസംബർ 23 ക്വസ്റ്റ്യൻസും കൂടെ നോക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പൊ ഒരു 5 minutes ബ്രേക്ക്, അത് കഴിഞ്ഞിട്ട് ഡിസംബർ 23 ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഓക്കെ ഓക്കെ, അധികം സമയമില്ല, നമുക്കൊരു 8:30 കഴിയുമ്പോഴത്തേക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യണം. അതുകൊണ്ട് തന്നെ അധികം ബ്രേക്ക് ഉണ്ട്, ഒരു 5 minutes ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പോയിട്ട്. ഓക്കെ.
ഓക്കെ, അപ്പൊ നമുക്ക് December 23 ക്വസ്റ്റ്യൻസിലോട്ട് നോക്കാം. 6A. Explain in brief various important issues that need to be kept in mind while setting up. അപ്പൊ ഓക്കെ, ഞാൻ ചാറ്റില് 3 ക്വസ്റ്റ്യൻസ് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കിട്ടിയോ? അത് ലോഡായോ? ഞാൻ ഷെയർ ചെയ്ത ഫയൽ കിട്ടിയോ? എല്ലാവർക്കും കിട്ടുമോ? അത് ചിലപ്പം ശരിയാവാറില്ല. ആർക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആരായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്? കേൾക്കാമോ ഞാൻ പറയുന്നേ? ഹലോ 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 ഹലോ, ആരും മാം ഇല്ലേ അവിടെ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഞാൻ ഷെയർ ചെയ്ത ഫയൽ കിട്ടിയോ? ഇല്ല മാം, ഇല്ലെന്നോ? കിട്ടിയെന്നോ? കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. എന്നാ ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റില്ല. ആരോ ഫയൽ ചോദിച്ചു, അത് ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ലോഡ് ആവുന്നില്ല. സോറി. ഇത് വേണമെങ്കിൽ ഞാൻ പ്രോഡിജിയിൽ ചോദിച്ചാൽ പ്രോഡിജിയിൽ ഷെയർ ചെയ്യാം. ഇപ്പം ഷെയർ ചെയ്യാൻ മാർഗം ഇല്ല. ഒന്ന് നോക്കട്ടെ, ഇപ്പം ഷെയർ ചെയ്യാൻ മാർഗമില്ല. നമുക്ക് അല്ലാതെ പ്രോഡിജിയിൽ നോക്കട്ടെ, ഞാൻ അവിടെ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇപ്പം ഈ ടെക്സ്റ്റ് അതാ ഞാൻ എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ടെക്സ്റ്റ് വെച്ച് തന്നെ നോക്കുന്നത്. ടെക്സ്റ്റിൽ അതേ പേജ് നമ്പർ നോക്കിയാൽ മതി. ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്താ ഇവിടുത്തെ പ്രശ്നം എന്താ? അപ്പൊ വേരിയസ് ഇമ്പോർട്ടന്റ് ഇഷ്യൂസ് ദാറ്റ് നീഡ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ സെറ്റിംഗ് അപ്പ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഇഷ്യൂസ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ഇഷ്യൂസ് ദാറ്റ് നീഡ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ എന്തൊക്കെയാണ്? സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് എപ്പോഴും സ്പെസിഫിക് ആയിരിക്കണം. At one extreme, there might be very broadly stated goals. On the other extreme, it might be translated into performance. അപ്പം നമ്മൾ ഗോൾസ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മളിത് ഒബ്ജക്റ്റീവ്സ് ആരോടാണ് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? എംപ്ലോയീസിനോട്. അപ്പൊ അവർക്ക് ഒന്നെങ്കിൽ ഗോളായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്കൊരു പെർഫോമൻസ് ടാർഗറ്റ്, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതാണ് നമ്മുടെ ഈ മാസത്തെ ടാർഗറ്റ്, ഇതാണ് ഹാഫ് ഇയർലി ടാർഗറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് അങ്ങനെയും പറയും. അപ്പൊ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഇഷ്യൂ. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് കോർപ്പറേറ്റ് ലെവലിലുള്ള ആളുകൾ ഫസ്റ്റ് ഇഷ്യൂ ഈ ഇഷ്യൂ ആണ്, സ്പെസിഫിക് ആയിരിക്കണം എന്നുള്ള ഇഷ്യൂ ആണ് that they should keep in mind. അപ്പോൾ stating സ്പെസിഫിസിറ്റി അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പം ഈ ബിസിനസ് ലെവലിലുള്ള ആളുകൾ ഇതാണ് അറ്റൈൻ ചെയ്യുന്ന ടാർഗറ്റ് എന്ന് നമുക്ക് പറഞ്ഞ് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സ്പെസിഫിക് ആയിരിക്കണം, അവരോട് കറക്റ്റ് സ്പെസിഫിക് ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്. അപ്പൊ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട കാര്യം പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഷുഡ് ബി സ്പെസിഫിക്. Multiplicity. Objective deals with a large number of functional areas formulated to cover diverse aspects of organizations. അപ്പം ഒരുപാട് ഒബ്ജക്റ്റീവ്സ് മാത്രമല്ല, നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് ആണെങ്കിൽ തന്നെ ഓരോ ഒബ്ജക്റ്റീവും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെയും അഫക്റ്റ് ചെയ്യും. എല്ലാ ഡിപ്പാർട്ട്മെന്റും അല്ല, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സിനെ അത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു ഇതും കൂടെ നമ്മൾ എപ്പോഴും ഓർത്തിട്ട് വേണം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാൻ. അപ്പൊ ഇറ്റ് അഫക്ട്സ് എ മെനി നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ്. ഇറ്റ് ഈസ് ഫോർമുലേറ്റഡ് ടു കവർ ഡൈവേഴ്സ് ആസ്പെക്ട്സ് ഓഫ് ഓർഗനൈസേഷൻസ് ഫംഗ്ഷനിങ്. അപ്പൊ ഒബ്ജക്റ്റീവ് സ്പെസിഫിക് ആണ് ആൻഡ് ഇറ്റ് അഫക്ട്സ് മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്സ്. ഇനി പീരിയോഡിസിറ്റി. ഒബ്ജക്റ്റീവ്സ് ഒരു ദിവസത്തേക്ക് വേണമെങ്കിൽ ഇന്ന് നിങ്ങൾ ഇത്രയും ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, ഒരു ആഴ്ചത്തേക്കാവാം, ഒരു മാസത്തേക്കാകാം, അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആവാം, അല്ലെങ്കിൽ ഒരു വർഷത്തെ ഒബ്ജക്റ്റീവ്. അപ്പം പീരിയോഡിസിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടെ കണക്കിലെടുക്കണം. നമ്മൾ ഒബ്ജക്റ്റീവ് അത് നമ്മൾ എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് പറയണം. ദിസ് ഈസ് എ ടാർഗറ്റ് വി നീഡ് ടു അച്ചീവ് ഇൻ ദിസ് വീക്ക് അല്ലെങ്കിൽ ഇൻ ദിസ് മന്ത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പീരിയോഡിസിറ്റി എന്നുള്ള ഒരു കാര്യം കൂടെ വി ഷുഡ് കീപ്പ് ഇൻ മൈൻഡ്. It may be set, objective may be set for different time frame. It may be long term, medium term, അല്ലെങ്കിൽ short term ആയിരിക്കാം. ഇനി long term objectives tend to be general in nature as the outcome tend to be less certain. അതുകൊണ്ട് തന്നെ ഒരുപാട് external factorsഉം internal factorsഉം ഒക്കെ affect ചെയ്യുന്നുണ്ട്. ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് certain ആയിരിക്കണം എന്നില്ല. നമ്മൾ അച്ചീവ് ചെയ്യും എന്നുള്ളതൊരു അൺസർട്ടൺ ആണ്, കൂടുതലും കണ്ടറിയേണ്ടി വരും. ഇനി ഓൺ ദ അതർ ഹാൻഡ് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്, അതായത് ഈ വീക്കിലെ കാര്യമൊക്കെ നമുക്ക് ഉറപ്പിച്ച് ഇത് തറവായിട്ട് നടന്ന്
നടന്നേ പറ്റുള്ളൂ എന്ന് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ലോങ് ടേം ഒബ്ജക്റ്റീവ്സിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് കുറെ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അൺസർട്ടൺ ആവാം. പീരിയോഡിസിറ്റി എന്നൊരു ഫാക്ടറും കൂടെ നമ്മൾ വി ഷുഡ് കീപ് ഇൻ മൈൻഡ് വൈൽ സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ്. സ്പെസിഫിസിറ്റി, മൾട്ടിപ്ലിസിറ്റി, പീരിയോഡിസിറ്റി. ഇനി വേരിഫയബിലിറ്റി. സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആളുകൾ എപ്പോഴും, അല്ലെങ്കിൽ ദോസ് ചാർജ് വിത്ത് ഗവേണൻസ്, അങ്ങനെ ആരാന്ന് വെച്ചാൽ അതിന്റെ നോക്കുന്ന ആൾക്കാർ, മാനേജ്മെന്റ് എപ്പോഴും വെരിഫൈ ചെയ്യണം ഇത് നടക്കുന്നുണ്ടോ, വെദർ ആൻ ഒബ്ജക്റ്റീവ് ഹാസ് ബീൻ മെറ്റ് ഓർ നോട്ട്. നമ്മുടെ ടാർഗറ്റ് എംപ്ലോയീസ് കീപ്പ് ചെയ്യുന്നുണ്ടോ, നമ്മൾ അതൊക്കെ അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം, ഫീഡ്ബാക്ക് കൊടുക്കണം. അതൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കി 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 തന്നെ പോകണം. ഇപ്പൊ വെദർ ആൻ ഒബ്ജക്റ്റീവ് ഹാസ് ബീൻ മെറ്റ് ഓർ നോട്ട്, അതാണ് വേരിഫയബിലിറ്റിയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പിന്നെ ഈ വേരിഫയബിലിറ്റിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റണം. പറയുമ്പോഴത്തേക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോ 10% ഹൈക്ക് വേണം നമ്മുടെ പ്രോഫിറ്റിൽ, അല്ലെങ്കിൽ പ്രോഫിറ്റ് അവസാനത്തെ കാര്യമാണ്. ഓക്കെ, അപ്പൊ ഈ ആഴ്ച നമ്മുടെ സെയിൽസ് 10% കൂടിയിട്ടുണ്ടോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യണം. ഇനി 10% എന്നുള്ളതാണ് ക്വാണ്ടിഫിക്കേഷൻ. അപ്പം കറക്റ്റ് ആയിട്ടൊരു മെഷറബിൾ ഒരു ക്വാണ്ടിറ്റി ആണെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും എല്ലാവർക്കും. അപ്പം അത് ആ 10% കൂടെ, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് ആണെങ്കിൽ പറയാം, കസ്റ്റമർ കംപ്ലൈൻസ് ഇത്രയും വേണം, നമ്മൾ ഇത്രയും റിഡ്രസ് ചെയ്ത് ഇത്രയും ക്ലോസ് ചെയ്തിട്ടുണ്ട്, അത് വെരിഫൈ ചെയ്യണം. അപ്പൊ അതൊക്കെ നമ്മൾ അത് ഒരു എന്താ 100 കംപ്ലൈൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് 90 നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊന്ന് മീറ്റ് ചെയ്യണം. അതിപ്പോ 90 എന്നുള്ളത് ഒരു മെഷറബിൾ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണല്ലോ. അതാണ് കുറച്ചുകൂടെ ക്വാണ്ടിഫൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും. ഇനി അത് മീറ്റ് ചെയ്തെന്നുള്ളത് വെരിഫൈ ചെയ്യാൻ വേണം. ഇനി റിയാലിറ്റി, അതായത് അച്ചീവബിൾ ആയിരിക്കണം, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ഓർഗനൈസേഷൻ ക്യാൻ ഹാവ് 2 സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്, ഒന്ന് ഒഫീഷ്യൽ ആവാം അല്ലെങ്കിൽ ഓപ്പറേറ്റീവ് ഒബ്ജക്റ്റീവ് ആവാം. ഇവിടെ നോക്കിയ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്, ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സ് ഇസ് ആൻ ഒഫീഷ്യൽ ഒബ്ജക്റ്റീവ് ഫോർ മോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഡിറ്റർമൈൻ വെദർ ഇറ്റ് ഈസ് ഓപ്പറേറ്റീവ് വിൽ ഡിപെൻഡ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് റിസോഴ്സസ് ഇറ്റ് ഹാവ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് വേണം എന്നുള്ളത് മെയിൻ ഒബ്ജക്റ്റീവ്. ജനറൽ അങ്ങനെ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് വേണം എന്നുള്ളത്, നമ്മുടെ എംപ്ലോയീസിന്റെ കാര്യങ്ങൾ നോക്കാൻ, അവരുടെ ലീവ്, അവരുടെ സാലറി, എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് വേണം എന്നുള്ള ഒരു ജനറൽ ഒബ്ജക്റ്റീവ് ആണ്. പക്ഷെ അത് നടക്കുന്നുണ്ടോ, അതിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ടാണോ, സ്മൂത്ത് ആയിട്ടാണോ, ഓപ്പറേറ്റീവ് ആണോ എന്നുള്ളത് നോക്കുന്നത് ഒരു ഓപ്പറേറ്റീവ് ഒബ്ജക്റ്റീവ് ആയിട്ട് വരാം. ഒഫീഷ്യൽ ഒബ്ജക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്നാണെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത്, അതിന്റെ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ കറക്റ്റ് ആയിട്ടാണോ പെർഫോം ചെയ്യുന്നത്, അവരുടെ സാലറീസ്, അവരുടെ കംപ്ലൈൻസ് ഒക്കെ റിഡ്രസ് ചെയ്യുന്നു എന്നുള്ളത് ഓപ്പറേറ്റീവ് ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ്, ദീസ് ആർ ദ ഇഷ്യൂസ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ് ഫോർ ആൻ ഓർഗനൈസേഷൻ. സ്പെസിഫിക് ആയിരിക്കണം, ആൻ ഒബ്ജക്റ്റീവ് അഫക്ട്സ് മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്സ്, ഒബ്ജക്റ്റീവ് മേ ബി ഫോർ ഷോർട്ട് ടേം ഓർ ലോങ് ടേം, ആൻ ഒബ്ജക്റ്റീവ് ഷുഡ് ബി വെരിഫൈഡ്, അല്ലെങ്കിൽ പെർഫോമൻസ് ടാർഗറ്റ് ഷുഡ് ബി വെരിഫൈഡ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്, ആൻഡ് ഇറ്റ് ഷുഡ് ബി റിയാലിറ്റി ഉണ്ടാവണം, അതുപോലെ റിയലിസ്റ്റിക് ആയിരിക്കണം നമ്മുടെ ഒബ്ജക്റ്റീവ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഓക്കെ, അപ്പൊ 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അതിനനുസരിച്ച് പോയിന്റ് എഴുതുക, അതുപോലെ തന്നെ എക്സ്പ്ലനേഷനും എഴുതണം. ഇനി ഇൻസ്പൈറ്റ്, അതിന്റെ ബി ക്വസ്റ്റ്യൻ വന്നിട്ട്, ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഹാസ് എ ഹ്യൂജ് ബെനിഫിറ്റ് യെറ്റ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ കോസസ് ഓഫ് കൺസേൺ. അപ്പൊ എക്സാമിൻ ദ ഡീമെറിറ്റ്സ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അതിന് 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണ്? Anything that involves delivering hosted service over internet. Internet service യൂസ് ചെയ്യുന്നതിനെ ഹോസ്റ്റഡ് സർവീസ് ഓവർ ഇന്റർനെറ്റ്, അത് എല്ലാത്തിനെയും ഇൻക്ലൂഡ് ചെയ്യും. ജനറൽ ടേം നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. ചിലപ്പോൾ അക്കൗണ്ടിങ്ങിന് വേണ്ടി നമ്മൾ ക്വിക്ക് ബുക്സ് ഒക്കെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതൊരു കൈൻഡ് ഓഫ് സർവീസ് ആണ്. ഇനി അതല്ല വേറെ സ്റ്റോറേജിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൺവേർഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു, അതൊരു സർവീസ്. അപ്പൊ ജനറൽ ടേം ആണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളത്. പല ടൈപ്പിലുള്ള സർവീസുകൾ ഉണ്ടാവും. അതിന് 3 കാറ്റഗറീസ് ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ ഒക്കെ കൊടുക്കുക, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം കൊടുക്കുന്നു. പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് വരുന്നതാണ് നമ്മുടെ സൂം അല്ലെങ്കിൽ ഗൂഗിൾ ടീം, അങ്ങനത്തെ ഒക്കെ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. അപ്പൊ ഇങ്ങനെയൊക്കെ ആവാം. ടാലി ഒക്കെ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. അപ്പൊ ഹോസ്റ്റിംഗ് എനിത്തിങ് ഓവർ ഇന്റർനെറ്റ് എന്തിൽ വരും? ക്ലൗഡ് കമ്പ്യൂട്ടിംഗിൽ വരും. അപ്പൊ 3 മെയിൻ കാറ്റഗറീസ് ഉണ്ട്, ഇതും കൂടെ ഓർത്ത് വെച്ചേക്കണം. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്.
നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡീമെറിറ്റ്സ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആയിരുന്നു. എന്നാൽ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പറയുന്നത്. അല്ലാതെ ഇത്രയും എഴുതേണ്ട കാര്യമില്ല. ഡീമെറിറ്റ്സ് ചോദിച്ചാൽ ഡീമെറിറ്റ്സ് മാത്രം മതി. അതിന് എത്ര മാർക്ക് എന്ന് നോക്കിയിട്ട് അതിനുള്ള ആൻസർ മാത്രം എഴുതിയാൽ മതി. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞേക്കുന്നത്. ഗൂഗിൾ ഡോക്സ്, അല്ലെങ്കിൽ സൂം, ഗൂഗിൾ കലണ്ടർ, സ്കൈപ്പ്, ഇതൊക്കെ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ആണ്. മറ്റേത് സോഫ്റ്റ്വെയർ, മൈക്രോസോഫ്റ്റ് 365 സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് വരും. മറ്റേന്തുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. അപ്പൊ 3 കൈൻഡ് ഓഫ് സർവീസ്, 3 ടൈപ്സ് ഓഫ് സർവീസ് വരുന്നുണ്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നും കൂടെ ഓർത്തിരിക്കുക. ഇനി എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്? ആസ് യൂഷ്വൽ, കോസ്റ്റ് മാനേജ്മെന്റ്, ഡേറ്റ ആൻഡ് വർക്ക് ലോഡ് മൊബിലിറ്റി. നമ്മൾ എല്ലാ കാര്യം നേരത്തെയൊക്കെ മാനുവലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മൊബിലിറ്റി, ഇപ്പൊ നമ്മൾ വൗച്ചിങ്ങിനൊക്കെ ആണെങ്കിലും ഓരോരുത്തർ പോയി ഇരുന്നിട്ട് എല്ലാം ഇങ്ങനെ ടിക്ക് ചെയ്ത് നോക്കണം. പണ്ടത്തെ കാലത്തൊക്കെ ഇപ്പൊ എന്താ നമ്മുടെ ചില നല്ല ഓൾഡ് ആയിട്ടുള്ള ഇതൊക്കെ ആണെങ്കിൽ ഫേമിലൊക്കെ ആണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പറയും പണ്ടൊക്കെ IT റിട്ടേൺസ് ഒക്കെ ഭയങ്കര മാനുവൽ ആയിട്ടായിരുന്നു ചെയ്യുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം അന്നൊക്കെ ഡേറ്റ മൊബിലിറ്റി ഭയങ്കര കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോംസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ക്ലയൻസിന് നമുക്ക് ഡേറ്റ തരാനൊക്കെ കുറച്ചുകൂടെ ഈസി ആയി. ഡേറ്റ ആൻഡ് വർക്ക് ലോഡ് മൊബിലിറ്റി പോസിബിൾ ആണ്. കോസ്റ്റ് മാനേജ്മെന്റ്, നമുക്ക് ഇതെല്ലാം കൂടെ സ്റ്റോർ ചെയ്യേണ്ട, അതിന്റെ സേഫ്റ്റി നമുക്ക് എൻഷുർ ചെയ്യേണ്ട, അതൊക്കെ ഫിസിക്കലായിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഭയങ്കര കോസ്റ്റ് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ കോസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ബെനിഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഡേറ്റ മൊബിലിറ്റി എന്ന് പറഞ്ഞൊരു ബെനിഫിറ്റും ഉണ്ട്. യൂസേഴ്സ് ആർ അലൗഡ് ടു ആക്സസ് ഡേറ്റ ഫ്രം എനിവെയർ വിത്ത് ദ ഡിവൈസ് വിത്ത് ജസ്റ്റ് ആൻ ഇന്റർനെറ്റ് കണക്ഷൻ. ക്വിക്ക് ബുക്സ് ഒക്കെ നമുക്ക് അതിന്റെ പാസ്വേഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലയന്റിന്റെ ക്വിക്ക് ബുക്സുകളൊക്കെ നമുക്ക് കയറി നോക്കാം. അപ്പൊ അങ്ങനെ ഇപ്പൊ ഡേറ്റ ആൻഡ് വർക്ക് ലോഡ് മൊബിലിറ്റി ഉണ്ട്. ബിസിനസ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിസാസ്റ്റർ റിക്കവറി, ബാക്കപ്പ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനും ഈസിയർ ആണ്. അപ്പൊ നേരത്തെ മാനുവൽ ആയിട്ട് യൂസ് ചെയ്തതിനേക്കാളും ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുള്ള ബെനിഫിറ്റ്സ് ആണ് ഇതൊക്കെ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡീമെറിറ്റ്സ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഇതാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ മറ്റേതും കൂടെ ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പൊ ക്ലൗഡ് സെക്യൂരിറ്റി എന്താ? സെൻസിറ്റീവ് ഇൻഫർമേഷൻ, നമ്മുടെ പ്രോഫിറ്റും നമ്മുടെ അങ്ങനത്തെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. നമ്മുടെ കമ്പനിയുടെ പേറോൾ സ്ട്രാറ്റജി എല്ലാം കൂടെ അങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ലീക്കേജും എല്ലാം സംഭവിച്ചാലോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഡീമെറിറ്റ്. അതിപ്പോ ഇന്റർനെറ്റിന്റെ നമ്മുടെ ഡിജിറ്റലൈസേഷന്റെ എല്ലാ ഡീമെറിറ്റ് ആയിട്ടും വരുന്നതാണ്. എല്ലാ മേഖലയിലും വരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ എല്ലാ മേഖലയിലും വരുന്ന ഒരു ഡീമെറിറ്റ് ആണ് സെക്യൂരിറ്റി ഇല്ല എന്നുള്ളത്. സെക്യൂരിറ്റി ഉണ്ട്, എന്നാലും അതിന് കുറച്ചുകൂടെ ഹാക്ക് ചെയ്യാനും ബാക്കി എല്ലാ ഇതിന് സൈബർ അറ്റാക്കിനൊക്കെ വൾണറബിൾ ആയതുകൊണ്ട് ഉള്ള ഡീമെറിറ്റ് വരുന്നതാണ് ക്ലൗഡ് സെക്യൂരിറ്റി. സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്ക് വരുന്ന പ്രശ്നങ്ങൾ. അടുത്ത ഡീമെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് അൺപ്രഡിക്റ്റബിലിറ്റി. അതായത് ഇപ്പൊ നമുക്ക് പ്രീപെയ്ഡ് അല്ല, പോസ്റ്റ് പെയ്ഡ് ഒക്കെയാണ്. നമ്മൾ എത്രത്തോളം സർവീസ് യൂസ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എങ്കിൽ, പേ ആസ് യു ഗോ സബ്സ്ക്രിപ്ഷൻ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് സർവീസ് എടുക്കും. അവസാനമായിരിക്കും നമ്മൾ അറിയുന്നത് ഇത്രയും നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വലിയൊരു ബില്ലൊക്കെ വരുമ്പോഴായിരിക്കും അറിയുന്നത്. അപ്പൊ പേ ആസ് യു ഗോ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഒക്കെ കുറച്ചുകൂടെ ഒരു അൺപ്രഡിക്റ്റബിൾ ആണ് കോസ്റ്റ്. ഇപ്പൊ പ്രീപെയ്ഡ് ആയിട്ട് നമ്മൾ എല്ലാം ചെയ്യുവാണെങ്കിൽ 1 മന്തിൽ ഇത്രയാണെന്നൊക്കെ അറിയുകയാണെങ്കിൽ കുറച്ചുകൂടെ മാനേജ് ചെയ്ത് പോകും. നമ്മൾ അത്രയും സർവീസ് യൂട്ടിലൈസ് ചെയ്യത്തുള്ളൂ. പക്ഷെ അവസാനമാണ് ബില്ലിംഗ് എങ്കിൽ കുറച്ചുകൂടെ കോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ലാക്ക് ഓഫ് കാപ്പബിലിറ്റി ആൻഡ് എക്സ്പെർട്ടൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എംപ്ലോയീസിനൊക്കെ ഇത് മാനേജ് ചെയ്യാനുള്ള സ്കിൽ സെറ്റ് ഉണ്ടോ? എംപ്ലോയീസ് നമുക്ക് അതിനുള്ള ടൂൾസ് ഉണ്ടോ? എല്ലാവർക്കും അതിനുള്ള നോളേജ് ഉണ്ടോ? എല്ലാവർക്കും അതിന്റെ ഒരു ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? അതൊക്കെയാണ് ഞാൻ അടുത്ത പ്രശ്നം. ലാക്ക് ഓഫ് കാപ്പബിലിറ്റി ആൻഡ് എക്സ്പെർട്ടൈസ്. IT ഗവേണൻസ്. As there is no control over provisioning, deprovisioning, management of infrastructure operations. അതായത് ഇതിനൊക്കെ പ്രോപ്പർ കൺട്രോൾസ് ഇല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും പാസ്വേഡ് ഒന്നും ഇല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ആക്സസിബിൾ ആയിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ അതും ഒരു പ്രശ്നമാവാം. അപ്പൊ അത് കൺട്രോൾസും ഒരു പ്രശ്നമാണ് ഇങ്ങനത്തെ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഉള്ള പ്രശ്നങ്ങൾ. ഇനി കംപ്ലൈൻസ് വിത്ത് ഇൻഡസ്ട്രിയൽ ലോസ്. അപ്പം ഡിജിറ്റൽ ഇതിന്റെയൊക്കെ IT ആക്ടുമായിട്ടൊക്കെ എല്ലാം കംപ്ലൈ ചെയ്യുന്നുണ്ടോ? നമ്മുടെ ലോസ് ഒക്കെ ആയിട്ട് കംപ്ലൈ ചെയ്യുന്നുണ്ടോ? കംപ്ലൈൻസ് വിത്ത് ഇൻഡസ്ട്രിയൽ ലോസ് ആണ് അടുത്ത ഡീമെറിറ്റ് ആയിട്ട് വരുന്നത്. അത് തന്നെ വലിയ റെഗുലേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അത് അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ അത് ഇനി ക്ലൗഡ് മൈഗ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ക്ലൗഡിന്റെ സർവീസ് വേണ്ട വേറൊരു ക്ലൗഡിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ അതൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനും അതൊക്കെ ഒന്ന് ഇതാക്കാനും ഒക്കെ ഉള്ള, അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ മാനുവൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്ലൗഡ്സിലോട്ട് കേട്ടണ്ടേ. അപ്പൊ അതൊക്കെ കുറച്ച് ഹെക്ടിക് ആയിട്ടുള്ള വർക്കാണ്.
അപ്പൊ അതൊക്കെയാണ് ഡീമെറിറ്റ്സ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആയിട്ട് വരുന്നത്. സെക്യൂരിറ്റി മറക്കില്ലല്ലോ, അത് വരില്ല. അത് പിന്നെ ലാക്ക് ഓഫ് കാപ്പബിലിറ്റി ആൻഡ് എക്സ്പെർട്ടൈസ്, എല്ലാവർക്കും അതിൻ്റെതായ നോളേജ് ഉണ്ടോ, ട്രെയിനിങ് ഉണ്ടോ എന്നുള്ളത് അടുത്തൊരു ഡീമെറിറ്റ്. പിന്നെ ഐ ടി കൺട്രോൾസ്, പ്രോപ്പർ സെക്യൂരിറ്റി, നമ്മുടെ ക്ലൗഡിനുള്ളിലെ സെക്യൂരിറ്റി അല്ല, ഹാക്കിംഗ് ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ ഓർഗനൈസേഷനിൽ തന്നെ കൺട്രോൾസ് പ്രോപ്പർ ആണോ, സോ നമുക്ക് അതോറിറ്റി ഉള്ളവർ മാത്രമാണോ ഇത് യൂസ് ചെയ്യുന്നത്, അത് ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാമെന്ന് പറ്റുന്ന രീതിയിലാണോ എല്ലാ സംഭവങ്ങളും എന്നുള്ളതാണ് ഐ ടിക്കകത്ത് വരുന്നത്. പിന്നെ കംപ്ലയൻസ് വിത്ത് ഇൻഡസ്ട്രിയൽ ലോസ്, ക്ലൗഡ് മൈഗ്രേഷൻ ഒരു ഇഷ്യൂ ആണ്. മാനേജ്മെന്റ് ഓഫ് മൾട്ടിപ്പിൾ ക്ലൗഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ പല ക്ലൗഡിന്റെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ എല്ലാം കൂടെ മാനേജ് ചെയ്യുക എന്നുള്ളത്, എല്ലാത്തിന്റെ പാസ്വേഡ്സ് ഒക്കെ സൂക്ഷിച്ചു വെക്കുക, അതൊക്കെയും കുറച്ച് എഫേർട്ട്. അപ്പൊ എല്ലാ ടീമിലും ഉള്ളവരും കൂടെ ഒരുമിച്ച് നിന്നാലേ അതിനൊക്കെ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡിസ്ജോയിന്റ് എഫേർട്സ് മേ അഡ്രസ് ടു മോർ ജനറൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ചാലഞ്ചസ് പറയുമ്പോഴത്തേക്ക് പല ക്ലൗഡ്സ് ഒക്കെ യൂസ് ചെയ്യുക. ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു ക്ലൗഡാണ് അവർ സ്റ്റോറേജിന് യൂസ് ചെയ്യുന്നതെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് വേറെ ഇതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ ഇച്ചിരി പ്രശ്നങ്ങൾ വരും. അപ്പൊ അതൊക്കെ ക്ലൗഡ് മൈഗ്രേഷൻ, ഇതൊക്കെയാണ് ഡീമെറിറ്റ്സ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആയിട്ട് വരിക. ഇതും പോയിന്റ്സ്. അപ്പൊ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 7 പോയിന്റ്സ്, കുറെ പോയിന്റ്സ് ഉണ്ടല്ലോ എന്തായാലും. അപ്പൊ 7 പോയിന്റ്സ് എഴുതുക, അതിന്റെ ഡിസ്ക്രിപ്ഷനും എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇൻ ദ വാല്യൂ ചെയിൻ describe categories of activities within and around the organization which create a product or service. Demonstrate the activities involved in value chain of an organization. Activities involved in value chain, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പൊ ആദ്യത്തെ ലൈനൊക്കെ വായിച്ചുകൊണ്ട് ഇല്ല എനിക്ക് ക്വസ്റ്റ്യൻ അറിയില്ല എന്ന് തോന്നി. എപ്പോഴും അതിന്റെ ക്വസ്റ്റ്യന്റെ റിക്വയർമെന്റ് എന്താന്ന് ആദ്യം ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഓക്കെ അപ്ലിക്കേഷൻ ലെവലൊക്കെ ആണെന്ന് തോന്നും. പക്ഷെ എന്താ ക്വസ്റ്റ്യൻ എന്താ? ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ വാല്യൂ ചെയിൻ ഓഫ് എൻ ഓർഗനൈസേഷൻ. അപ്പം ആദ്യമേ നമ്മൾ അറിയത്തില്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യാൻ നോക്കരുത്. ഒന്ന് ആ ക്വസ്റ്റ്യൻ, വലിയ ക്വസ്റ്റ്യൻ, ഇതിപ്പോ 2 ലൈനേ ഉള്ളൂ, അല്ല പറയാണ് വലിയ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നെങ്കിലും അതിന്റെ റിക്വയർമെന്റ് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ ക്വസ്റ്റ്യൻസിനൊക്കെ ചെറിയ റിക്വയർമെന്റ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ അതൊന്ന് നോക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് എന്തായാലും വരുത്തരുത്. 7A നോക്കിയായിരുന്നോ? അയ്യോ, 7A അതല്ലല്ലോ ക്വസ്റ്റ്യൻ, വാല്യൂ ചെയിൻ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഐഡന്റിഫൈങ് സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സ് ഇൻ മീഡിയം ആൻഡ് ലാർജ് ഓർഗനൈസേഷൻ. മെക്കാനിസംസ് യൂസ്ഡ് ഫോർ ഐഡന്റിഫൈങ് സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സ് ഇൻ മീഡിയം ആൻഡ് ലാർജ് ഓർഗനൈസേഷൻ. സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സ് എങ്ങനെയൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ മെക്കാനിസംസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പൊ എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം? ഫസ്റ്റ് വൺ, ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ്. ആരുടെ ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ്? എംപ്ലോയീസ് എല്ലാവരും കൂടി ഇരുന്ന് തലപൊക്കിഞ്ഞിരുന്ന് ആലോചിക്കുകയാണോ? അല്ല, ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ് ഓഫ് ടോപ്പ് മാനേജ്മെന്റ്. അവർ ഭയങ്കരമായിട്ട് ഇന്റലക്ച്വലി അനലിറ്റിക്കലി ആലോചിച്ചിട്ടാണ് സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സ്. നമുക്ക് അതായത് ഒരു കമ്പനിക്ക് ഒരുപാട് സ്ട്രാറ്റജീസ് കാണുമല്ലോ, ഒരുപാട് സ്ട്രാറ്റജി. എല്ലാ ടോപ്പ് മാനേജ്മെന്റിലുള്ള ഡയറക്ടേഴ്സും അവരെല്ലാവരും സിഇഒയും CFO അവരൊക്കെ സ്ട്രാറ്റജീസുമായിട്ട് വരും. അതിനകത്ത് അപ്പൊ ഏതാണ് നല്ലതെന്നാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, എന്ത് വേണം നമ്മുടെ സ്ട്രാറ്റജി എന്നുള്ളത്. അപ്പൊ അവരെല്ലാവരും ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ് ഓഫ് മാനേജ്മെന്റ്, അതാണ് ഒരു മെക്കാനിസം. എങ്ങനെ ഈ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉള്ളതിൽ ഏത് സെലക്ട് ചെയ്യണം എന്ന് കണ്ടുപിടിക്കുന്നത് അങ്ങനെ. At the stage, no importance is given to relative merits and demerits of options. In the next stage, each alternative is reviewed. അപ്പൊ എല്ലാവരുടെയും ഓൾട്ടർനേറ്റീവ്സ് ഒരാൾ പറയാണ്, ഒരു ടോപ്പ് മാനേജ്മെന്റിലുള്ള ഒരു മെമ്പർ പറയാണ് ഇതായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ്, വേറെ അതിനേക്കാളും നല്ലൊരു സ്ട്രാറ്റജി പറയണം. അപ്പം അതിന്റെ മെറിറ്റ്സ് എന്താ, ഡിമെറിറ്റ്സ് എന്താന്ന് ഈ സെഷനിൽ നമ്മൾ നോക്കുന്നില്ല. നമ്മൾ എല്ലാ സ്ട്രാറ്റജി, എല്ലാവർക്കും ഉള്ള ഐഡിയാസ് ഒന്ന് പുട്ട് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെഷൻ, അതാണ് ഈ ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ. എല്ലാവരും ഭയങ്കരമായിട്ട് ചിന്തിച്ചെടുക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുമ്പോൾ സ്പെഷ്യൽ മീറ്റിംഗ്സ്. അപ്പൊ അവരെന്ത് ചെയ്യും? പാർട്ടിസിപ്പൻസ് പ്രസന്റ് ഡിഫറെന്റ് ഉണ്ട്, അവരൊക്കെ ഓരോ പ്രസന്റേഷൻസ് ചിലപ്പോൾ ഉണ്ടാകും, അവരൊക്കെ ഒരു സ്ലൈഡ് ഉണ്ട്, എന്നിട്ട് ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുമായിരിക്കാം. The participants present different alternative scenarios along with the recommended courses of action. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രാറ്റജി എങ്കിൽ ഇതായിരിക്കും നമ്മുടെ കോഴ്സ് ഓഫ് ആക്ഷൻ വേണ്ടത്, ഇതിന് എത്ര കോസ്റ്റ് ആവും, ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ എല്ലാവരും ഓരോരുത്തരും അവരുടെ ഐഡിയാസ് പറയും, അതിനകത്ത് ബെസ്റ്റ് ഓപ്ഷൻ നമ്മൾ
ചൂസ് ചെയ്യും. അതാണ് സെക്കൻഡ് ലെവലിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എല്ലാവരുടെ ഐഡിയാസ് പുട്ട് ഫോർവേഡ് ചെയ്യും ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസിൽ. പിന്നെ അടുത്ത സ്പെഷ്യൽ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്തിട്ട് അതിനകത്ത് ബെസ്റ്റ് ഓപ്ഷൻ നമ്മൾ പിക്ക് ചെയ്യും. ഇനി നമ്മളെ കൊണ്ടൊന്നും വലിയ അകത്തുള്ളവരെ കൊണ്ട് വലിയ ഗുണമൊന്നും ഇല്ലെങ്കിൽ ഔട്ട്സൈഡ് കൺസൾട്ടൻസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. അവർക്ക് ആ ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ ഐഡിയാസ് നമ്മൾ ഇങ്ങോട്ട് വെൽക്കം ചെയ്യും. The premise that an outsider can observe the phenomenon objectively and dispassionately and bring his own expertise into process. അപ്പം ഔട്ട്സൈഡേഴ്സ് അകത്തുള്ളവർ ചിലപ്പം ബയസ്ഡ് ആവാം. അവർക്ക് എന്തെങ്കിലും എങ്ങോട്ടെങ്കിലും ഒക്കെ ചായ്വ് ഉണ്ടെങ്കിൽ അവരുടെ ഐഡിയാസ് ചിലപ്പം ബയസ്ഡ് ആവാം. അങ്ങനെയൊക്കെ ആണെങ്കിലും ഔട്ട്സൈഡേഴ്സിന് ചിലപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ഡിസ്പാഷനേറ്റ്ലി അവരുടെ ഐഡിയാസ് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതാണ് ഔട്ട്സൈഡ് കൺസൾട്ടൻസിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഗുണം. They can observe the phenomenon objectively and dispassionately and bring his own expertise into the process. ഇനി അടുത്ത ജോയിന്റ് മീറ്റിംഗ്സ്. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് സ്പെഷ്യൽ മീറ്റിംഗ്സ് നമ്മളെല്ലാം ബെസ്റ്റ് ഐഡിയാസ് ഒക്കെ പിക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ വേണമെങ്കിൽ ഔട്ട്സൈഡ് കൺസൾട്ടൻസിന്റെ അഡ്വൈസും കിട്ടി. അത് കഴിഞ്ഞിട്ട് ജോയിന്റ് മീറ്റിംഗ്സ് എന്താ പറയാ, another useful way of generating alternatives is to hire the service of a consultant and to associate some internal members in the process. So joint meetings, internal members ഉണ്ട്, outside consultants ഉണ്ട്, അങ്ങനെയുള്ള ഒരു joint meetings. അപ്പൊ ഇതൊക്കെയാണ് mechanisms to identify the best strategic alternatives. ഇങ്ങനെയൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. നമ്മുടെ മുന്നിൽ കുറെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ബെസ്റ്റ് ഓപ്ഷൻ പിക്ക് ചെയ്യാൻ നമ്മുടെ ഒരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മെത്തേഡ്സ് യൂസ് ചെയ്യാം, ഈ മെക്കാനിസംസ് യൂസ് ചെയ്യാം. മീറ്റിംഗ്സ്, ഔട്ട്സൈഡ് കൺസൾട്ടൻസിന്റെ അഡ്വൈസ് എടുക്കുക, ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ്, ജോയിന്റ് മീറ്റിംഗ്സ്, ഇതൊക്കെയാണ് നമ്മുടെ മെക്കാനിസംസ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയായിരുന്നു, അതെന്തായിരുന്നു? വാല്യൂ ചെയിൻ. വാല്യൂ ചെയിന്റെ ആക്ടിവിറ്റീസ്, വിച്ച് ആർ ദ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ വാല്യൂ ചെയിൻ. അപ്പൊ അതിന് മുന്നേ വാല്യൂ ചെയിൻ എന്താണെന്നും കൂടെ, വാല്യൂ ചെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഡിസ്ക്രൈബ്സ് ദ കാറ്റഗറീസ് ഓഫ് ആക്ടിവിറ്റീസ് വിത്തിൻ ആൻഡ് അറൌണ്ട് ദ ഓർഗനൈസേഷൻ വിച്ച് ടുഗദർ ക്രിയേറ്റ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. പ്രൊഡക്റ്റിന് വേണ്ടി പേജ് നമ്പർ ഏതാ? പേജ് നമ്പറോ? പേജ് നമ്പർ 434 എടുത്തോ? 400 കഴിഞ്ഞിട്ടാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് തുടങ്ങുന്നത് പുതിയ ടെക്സ്റ്റിൽ. പുതിയ ടെക്സ്റ്റ് ആണെങ്കിൽ ഓക്കെ. അപ്പൊ വാല്യൂ ചെയിൻ ഡിസ്ക്രൈബ്സ് ദ കാറ്റഗറീസ് ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്റേണൽ പ്രൈമറി ആക്ടിവിറ്റീസ് കാണും, സെക്കൻഡറി ആക്ടിവിറ്റീസ് കാണും, ഇൻസൈഡ് ആക്ടിവിറ്റീസ് കാണും, പിന്നെ ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് കാണും. അപ്പൊ എല്ലാം കൂടെ വിച്ച് ക്രിയേറ്റ് എ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ്. നമ്മൾ ചിലപ്പം പ്രൊഡക്റ്റ് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഇൻഡസ്ട്രി ആവാം, അല്ലെങ്കിൽ നമ്മൾ സർവീസ് പ്രൊവൈഡേഴ്സ് ആവാം. അപ്പൊ എന്താണെങ്കിലും എല്ലാ ആക്ടിവിറ്റീസിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനെയാണ് വാല്യൂ ചെയിൻ എന്ന് പറയുന്നത്. ഇപ്പൊ എന്തോ ഒരു വാല്യൂ അഡീഷൻ നടന്നിട്ടുണ്ട് അവിടെ, അതുകൊണ്ടാണ് വാല്യൂ ചെയിൻ എന്നുള്ള പേര് വന്നത്. ഓക്കെ. അതിന്റെ പ്രൈമറി ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ റോ മെറ്റീരിയൽസ് ഒക്കെ ഫാക്ടറിയിലോട്ട് കൊണ്ടുവരുന്ന കൈൻഡ് ഓഫ് ലോജിസ്റ്റിക്സ്. ആക്ടിവിറ്റീസ് കൺസേൺ വിത്ത് റിസീവിംഗ്, സ്റ്റോറിംഗ്, ഡിസ്ട്രിബ്യൂട്ടിംഗ് ഇൻപുട്സ് ഓർ ദ ഇൻപുട്സ് ടു ദ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഇൻക്ലൂഡിംഗ് മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ്, സ്റ്റോക്ക് കൺട്രോൾ, ട്രാൻസ്പോർട്ട്, ഇങ്ങോട്ട് വരുന്ന ഫ്രൈറ്റ്, അതൊക്കെ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് ആണ് പറയുമ്പോഴത്തേക്ക് ആക്ടിവിറ്റീസ് വിച്ച് കൺസേൺ വിത്ത് റിസീവിംഗ്, സ്റ്റോറിംഗ്, ഡിസ്ട്രിബ്യൂട്ട്, നമ്മുടെ റോ മെറ്റീരിയൽസ് നമ്മുടെ ഫാക്ടറിയിൽ എത്തുന്നിടം വരെയുള്ള ലോജിസ്റ്റിക്സ്. പിന്നെന്ത് നടക്കും അവിടെ? ഓപ്പറേഷൻസ്. ഓപ്പറേഷൻസ് ട്രാൻസ്ഫോം ദീസ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫൈനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്. അത് കഴിയുമ്പോഴത്തേക്ക് ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ്, നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എന്താണെങ്കിലും അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ചിലപ്പോൾ അത് വെയർ ഹൗസ് ചെയ്യേണ്ടി വരും, അത് ചിലപ്പോൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഹാൻഡിലിങ്ങിലോട്ട് പോകും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞു അത് ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുപോകുക, അല്ലെങ്കിൽ സർവീസ് ഇൻഡസ്ട്രി ആണെങ്കിൽ അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക, മാർക്കറ്റിംഗ്, അതൊക്കെയാണ് ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സിനകത്ത് വരുന്നത്. അതും കഴിയുമ്പോഴത്തേക്കും മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് വെയർ ബൈ കൺസ്യൂമേഴ്സ് ഓർ യൂസേഴ്സ് ആർ മെയ്ഡ് അവെയർ ഓഫ് ദ പ്രൊഡക്റ്റ്. നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കും ചിലപ്പം, അല്ലെങ്കിൽ നമ്മൾ പ്രൊമോഷൻ ചെയ്യും. അപ്പൊ അതൊക്കെയാണ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൽ വരിക. ഇനി എല്ലാം കഴിഞ്ഞ് കസ്റ്റമേഴ്സ് അത് പർച്ചേസ് ചെയ്തും കഴിഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്റ്റലേഷൻ പ്രൊവൈഡ് ചെയ്യും. ചിലപ്പം നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങൾ ഇപ്പം വേണ്ട വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ
AC ഒക്കെ ആണെങ്കിൽ ഇൻസ്റ്റലേഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറ്റി നമ്മുടെ ഡിവൈസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ റിപ്പയർ, ആഫ്റ്റർ സെയിൽസ് സർവീസ് ഒക്കെയാണ് അവസാനമായിട്ട് വരുന്ന പ്രൈമറി ആക്ടിവിറ്റി. ഇതൊക്കെയാണ് പ്രൈമറി ആക്ടിവിറ്റീസ്. ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്, ഓപ്പറേഷൻസ്, ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ്, പിന്നെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്. അപ്പോഴത്തേക്ക് നമ്മുടെ കസ്റ്റമറിന്റെ കയ്യിൽ എത്തി നമ്മുടെ പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും. ഇനി അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ സെയിൽസ് സർവീസ് ആണ് അടുത്ത ഒരു പ്രൈമറി ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്. അപ്പൊ എത്ര ആക്ടിവിറ്റീസ് ഉണ്ട്? 5 ആക്ടിവിറ്റീസ് ഉണ്ട് പ്രൈമറി ആക്ടിവിറ്റീസ്. ഇൻബൗണ്ട്, ഓപ്പറേഷൻസ്, ഔട്ട്ബൗണ്ട്, മാർക്കറ്റിംഗ്, പിന്നെ ആഫ്റ്റർ സെയിൽസ്. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ സപ്പോർട്ട് ആക്ടിവിറ്റീസ് ഉണ്ട്. എന്തൊക്കെ? പ്രൊക്യൂർമെന്റ്, നമ്മുടെ ഇൻപുട്സ് ഒക്കെ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ്, സപ്പോർട്ട് ആക്ടിവിറ്റീസ് which help to improve the efficiency and effectiveness of primary activities. Primary activities നെ സപ്പോർട്ട് ചെയ്യുന്ന, ഹെൽപ്പ് ചെയ്യുന്ന, അസിസ്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് സപ്പോർട്ട് ആക്ടിവിറ്റീസ്. അതിനകത്ത് ഫസ്റ്റ് വരുന്ന പ്രൊക്യൂർമെന്റ്, റോ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്യുന്ന കണ്ടുപിടിക്കുക, കളക്ട് ചെയ്യുക, അതൊക്കെ വരും. ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, ഇപ്പൊ എല്ലാം ടെക്നോളജിയുടെ ഹെൽപ്പ് ആവശ്യമാണ്. അപ്പൊ അതൊരു സപ്പോർട്ട് ആക്ടിവിറ്റി ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, നമ്മുടെ എംപ്ലോയീസിനെ റിലേറ്റ് ചെയ്യുന്ന മാനേജ്മെന്റ്, അവരുടെ റിക്രൂട്ടിംഗ്, മാനേജിങ്, ട്രെയിനിങ്, ഡെവലപ്പിംഗ്, അവരെ റിവാർഡ് ചെയ്യുക. അത് മോട്ടിവേറ്റഡ് ആക്കണമെങ്കിൽ എന്തായാലും നമ്മൾ റിവാർഡ് കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സപ്പോർട്ട് ആക്ടിവിറ്റിയിൽ വരിക. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, പ്ലാനിങ്, ഫിനാൻസിങ്, ക്വാളിറ്റി കൺട്രോൾ, ഇൻഫർമേഷൻ മാനേജ്മെന്റ്, അതൊക്കെ വരും ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ. അപ്പം 5 പ്രൈമറി ആക്ടിവിറ്റീസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കസ്റ്റമറിലേക്ക് എത്തിക്കണം. അതിന്റെ പ്രോസസ്, അതിന്റെ ഓപ്പറേഷൻസ്, പ്രൊഡക്ഷൻ എന്നൊക്കെ വരുന്നതാണ് പ്രൈമറി ആക്ടിവിറ്റീസ്. അതിനെ അസിസ്റ്റ് ചെയ്യുന്ന, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് സപ്പോർട്ട് ആക്ടിവിറ്റീസ്. പ്രൊക്യൂർമെന്റ്, ടെക്നോളജി, ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ ബിൽഡിംഗ്, നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലം. ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ നമ്മുടെ ഇതൊക്കെ ലാപ്ടോപ്പ്, അതൊക്കെ ഇതിനകത്ത് വരും, ഇൻഫ്രാസ്ട്രക്ചർ. അപ്പൊ പ്രൈമറി ആയിട്ട് നമ്മുടെ സർവീസ് ഡെലിവർ ചെയ്യാൻ ലാപ്ടോപ്പിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ആവശ്യമുണ്ട്, എന്നാലും അതിന്റെ മെയിൻ കാര്യങ്ങളിൽ ഇല്ലല്ലോ. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് ആക്ടിവിറ്റിയിലാണ് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ വരിക. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എംപ്ലോയീസ് ഒക്കെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വരും. അപ്പം അതൊക്കെ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സ്ട്രാറ്റജി. അപ്പൊ വാല്യൂ ചെയിൻ നോക്കി. ഞാൻ അടുത്തത്, while designing a control system, top management should remember control should follow a strategy. In this context, enumerate the recommended guidelines for proper control. Strategic control, അതാണ് നമ്മുടെ ഇവിടുത്തെ കൺട്രോൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കിയിട്ട്, demonstrate in brief some areas that have ability to create goal congruence. ഗോൾ കോൺഗ്രുവൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും പിന്നെ എന്താ കൺട്രോൾ, സ്ട്രാറ്റജിക് കൺട്രോളും ആണ് അടുത്ത 2 ക്വസ്റ്റ്യൻസിൽ വരുന്നത്. ഓക്കെ. ഗൈഡ് ലൈൻസ് ഫോർ പ്രോപ്പർ കൺട്രോൾ. സ്ട്രാറ്റജിക് കൺട്രോൾ, അതിന് വേണ്ട എന്തൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ഈ കൺട്രോൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. അപ്പൊ ടോപ്പ് മാനേജ്മെന്റ് ഷുഡ് റിമെമ്പർ കൺട്രോൾ ഷുഡ് ഫോളോ എ സ്ട്രാറ്റജി. കൺട്രോൾ നമ്മള് ഇന്റേണൽ കൺട്രോൾസ് ഒക്കെ കൊണ്ടുവരുമ്പോഴും there should be a strategy എന്നുള്ളതാണ്. കൺട്രോൾ ഫോക്കസ് ഓൺ സ്ട്രാറ്റജി ഫാക്ടേഴ്സ് ബൈ ഫോളോയിങ് പരേറ്റോ, അതായത് 80-20. അതായത് നമ്മൾ 100% ഓഫ് വർക്ക് ചെയ്താലും നമ്മുടെ 80% ഓഫ് ഔട്ട്പുട്ടും ചിലപ്പോൾ 20% ഓഫ് ഇൻപുട്ടിൽ നിന്നായിരിക്കും വരിക. അപ്പൊ നമ്മൾ ചിലപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ കാണുമല്ലോ എല്ലാ ബിസിനസ്സിലും. ചിലപ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം നമ്മുടെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ആവുന്നത്. ബാക്കി എന്തൊക്കെ ഇപ്പം സ്പീഡ് ഡെലിവറി ഒന്നും കിട്ടിയില്ലെങ്കിലും ക്വാളിറ്റി കാരണം ആൾക്കാർ അതിനുവേണ്ടി വെയിറ്റ് ഇരിക്കും. അപ്പം നമ്മുടെ 80% ഓഫ് പ്രോഫിറ്റും ഈ അതിനകത്തെ 20% നമ്മൾ ക്വാളിറ്റിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നിന്നാണ് നമുക്ക് 80% ഓഫ് ഔട്ട്പുട്ടും കിട്ടുന്നത്. അപ്പൊ അങ്ങനത്തെ കൈൻഡ് ഓഫ് എന്താ പറയാ, മാനേജ്മെന്റ് എപ്പോഴും അതിലൊരു ഫോക്കസ് ഉണ്ടാവണം. അതായത് പരേറ്റോ അനാലിസിസ് എന്ന് പറഞ്ഞൊരു അനാലിസിസ് ഉണ്ട്. അത് നമുക്ക് പഠിക്കാനുണ്ടോ? അത് സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റിലാണ് കൂടുതലും വരുന്നത്. അപ്പം പരേറ്റോ ഇത് എപ്പോഴും മാനേജ്മെന്റ് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവണം. മോണിറ്റർ ദോസ് 20% ഓഫ് ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമൈൻസ് 80% ഓഫ് റിസൾട്ട്സ്. അപ്പൊ കസ്റ്റമേഴ്സ് എന്തുകൊണ്ട് നമ്മുടെ അടുത്ത് വരുന്നു എന്നുള്ളത് നമുക്ക് ആദ്യം ഒരു ഐഡിയ ഉണ്ടാവണം. അപ്പൊ നമുക്ക് അറിയാം നമ്മുടെ ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്താണ് അവർ വരുന്നതെങ്കിൽ ഓക്കെ, നമ്മുടെ 80% ഓഫ് സെയിൽസും ഈ ക്വാളിറ്റി കാരണമാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ആ ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്യാൻ കൂടുതലായിട്ട് നോക്കണം.
ഓക്കെ, ഇനി കൺട്രോൾ മസ്റ്റ് ബി റീസണബിൾ, കൺട്രോൾ മസ്റ്റ് ബി ഫ്ലെക്സിബിൾ, കൺട്രോൾ മസ്റ്റ് ബി ടൈംലി. അതായത് കറക്റ്റീവ് ആക്ഷൻസ് ഒക്കെ എടുക്കണം എപ്പോഴും. നമ്മൾ സ്ട്രാറ്റജി കൺട്രോൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ കറക്റ്റീവ് ആക്ഷൻ ഒന്നും എടുക്കുന്നില്ലെങ്കിൽ പിന്നെ അതിന് ഗുണമില്ല. അതുകൊണ്ട് തന്നെ കൺട്രോൾ ഷുഡ് ബി ടൈംലി ആൻഡ് കറക്റ്റീവ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ. റീസണബിൾ ആയിരിക്കാം. ഫ്രീക്വന്റ് റിപ്പോർട്ടിംഗ് ഇസ് റിക്വയർഡ്. ഫ്രീക്വന്റ് റിപ്പോർട്ടിംഗ് ആൻഡ് റാപ്പിഡ് റിക്വയർഡ് മേ ഫ്രസ്ട്രേറ്റ് കൺട്രോൾ. ഫ്രീക്വന്റ് റിപ്പോർട്ടിംഗ് ഒക്കെ ചിലപ്പോൾ എംപ്ലോയീസിനെ എപ്പോഴും അങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവര് അത്ര നല്ല ഔട്ട്കം വരണം എന്നില്ല. അതുകൊണ്ട് തന്നെ റീസണബിൾ ആണ്. അനാവശ്യമാണ്. അപ്പൊ ഒരു വർക്കൊക്കെ ചെയ്യാൻ ചിലർക്ക് ചില ഫ്രീഡം നമ്മൾ കൊടുക്കേണ്ടി വരും അവരുടെ ഐഡിയാസ് മൊത്തത്തിൽ കൊണ്ടുവരണമെങ്കിൽ. അപ്പം എപ്പോഴും ഫ്രീക്വന്റ് റിപ്പോർട്ടിംഗ് ആവശ്യമില്ല എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. കൺട്രോൾ റീസണബിൾ ആയിരിക്കണം. അല്ലാതെ എല്ലാത്തിലും ഭയങ്കര സ്ട്രിക്റ്റ്, എല്ലാത്തിലും ഭയങ്കര ഇതായിട്ട് വന്നു കഴിഞ്ഞാൽ കൺട്രോൾസ് ഒക്കെ ഇൻഎഫക്റ്റീവ് ആവാം. കൺട്രോൾ മസ്റ്റ് ബി ഫ്ലെക്സിബിൾ ടു ടേക്ക് കെയർ ഓഫ് ചേഞ്ചിങ് സർക്കംസ്റ്റാൻസസ്. എൻവയോൺമെന്റൽ ചേഞ്ചസ്, അങ്ങനെ എന്തെങ്കിലും ഔട്ട്സൈഡ് എൻവയോൺമെന്റ്, ഇന്റേണൽ എൻവയോൺമെന്റ് എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ അതനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജിക് കൺട്രോൾസും മാറ്റണം എന്നുള്ളത്. കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം കൺട്രോൾ ഷുഡ് ബി യൂസ്ഡ്. ഓക്കെ, ഇനി എംഫസൈസ് ദ റിവാർഡ് ഓഫ് മീറ്റിംഗ് ഓർ എക്സീഡിംഗ് ദ സ്റ്റാൻഡേർഡ്സ് റാദർ ദാൻ പണിഷ്മെന്റ് ടു മീറ്റ് സ്റ്റാൻഡേർഡ്സ്. അപ്പൊ നമ്മുടെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് പണിഷ്മെന്റ് കൊടുക്കാതെ അച്ചീവ് ചെയ്താൽ ഒരു റിവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് കുറച്ച് മോട്ടിവേറ്റഡ് ആവും അതിലോട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് വേണം നമ്മൾ എപ്പോഴും സ്ട്രാറ്റജിക് കൺട്രോൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എൻവയോൺമെന്റ് അനാലിസിസ് മൊത്തത്തെ അനലൈസ് ചെയ്തിട്ട് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യും. അതാണല്ലോ നമ്മുടെ അടുത്ത ചാപ്റ്റർ വരുന്നത്. പിന്നെ അത് കഴിയുമ്പോൾ സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ, അതും കഴിഞ്ഞിട്ടാണ് സ്ട്രാറ്റജിക് കൺട്രോൾ. എല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പാണ് ഈ സ്ട്രാറ്റജിക് കൺട്രോൾ വരുന്നത്. കൺട്രോൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് വേണം കൺട്രോൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇനി അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് ഗോൾ കോൺഗ്രുവൻസ്. ഗോൾ കോൺഗ്രുവൻസ് അതെന്താ വരിക? ഗോൾ കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ബിസിനസ് ആസ് എ ഹോൾ, നമ്മുടെ ടോപ്പ് മാനേജ്മെന്റിന്റെ ഗോൾസും നമ്മുടെ എംപ്ലോയീസിന്റെ ഗോൾസും കുറച്ചും ഒരുമിച്ച് കമ്പൈൻ ചെയ്താലേ രണ്ടുപേരുടെയും ഗോൾ ഒന്നായെങ്കിൽ നമ്മുടെ ബിസിനസ് ആസ് എ ഹോൾ ശരിക്കും സക്സസിൽ എത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ച് ഫോക്കസ് വേണം എന്നുള്ളത്. ഏരിയാസ് ദാറ്റ് ഹാവ് ദി എബിലിറ്റി ടു ക്രിയേറ്റ് ഗോൾ കോൺഗ്രുവൻസ്, അതായത് കമ്മ്യൂണിക്കേഷൻ അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ ടോപ്പ് മാനേജ്മെന്റ് എന്ത് സ്ട്രാറ്റജിയാണോ ഫോർമുലേറ്റ് ചെയ്യുന്നത്, എന്താണോ അവരുടെ ഗോൾസ്, എന്താണ് അവർ മുന്നിൽ കാണുന്നത്, അത് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണം. ആൻഡ് വി ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ദ എംപ്ലോയീസ് ഹാവ് അണ്ടർസ്റ്റുഡ് ഇറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായി, അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്ത് ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്, ഇതാണ് നമ്മുടെ ഗോൾ എന്നുള്ളത് അവരെ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ഓർഗനൈസേഷൻ ഷുഡ് therefore internalize the goals in a good manner to avoid employees. അപ്പൊ കറക്റ്റ് ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പ്രോപ്പർ ചാനൽസ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരെ അത് മനസ്സിലാക്കിക്കണം. എന്നാലേ നമ്മുടെ ഗോൾസിലോട്ട് അൾട്ടിമേറ്റ്ലി എത്താൻ പറ്റുള്ളൂ. ഇനി ക്രിയേറ്റ് ഡയറക്ഷൻ. പെർഫോമൻസ് മാനേജ്മെന്റ് ഗോൾസ് ഫെസിലിറ്റേറ്റ് എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ. വാട്ട് അബൌട്ട് മാനേജേഴ്സ് വാണ്ട് their subordinates to focus on? Provide clear information and direction. Employees can better understand what is expected. അപ്പൊ കറക്റ്റ് ആയിട്ട് അവരെ ഒരു ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ ടോപ്പ് മാനേജ്മെന്റിന്റെ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അവർക്ക് ഒരു കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതാണ് നിങ്ങളുടെ ഡയറക്ഷൻ എന്നുള്ളതും പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമ്മുടെ ഗോൾസ് അൾട്ടിമേറ്റ്ലി അച്ചീവ് ചെയ്യുള്ളൂ. And employees should be motivated. While some employees feel motivated for recognition and appraisals, others may feel motivated because of commitment and responsibility. But ചിലർക്ക് റിവാർഡ്സ് ഒക്കെ കിട്ടിയ ബോണസ് ഒക്കെ കിട്ടിയാലേ അവർ മോട്ടിവേറ്റഡ് ആവുള്ളൂ. പക്ഷെ എല്ലാവർക്കും അങ്ങനെയൊന്നുമില്ല. ചിലർക്ക് പാഷൻ ഫോർ വർക്ക്, അത് കാരണം അവർ മോട്ടിവേറ്റഡ് ആയിരിക്കും. ഭയങ്കര ഇഷ്ടമാണ്, അവർക്ക് കാശൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അവർ ഭയങ്കര മോട്ടിവേറ്റഡ് ആണ്. അപ്പൊ എന്താണ് അവരുടെ ആവശ്യം എന്നുള്ളതനുസരിച്ച് മോട്ടിവേറ്റഡും ആക്കണം. എന്നാല് അവരുടെ ഗോൾസും കമ്പനിയുടെ ഗോൾസും ഒരുമിച്ചാവുകയും അത് കോൺഗ്രുവന്റ് ആവുകയും എന്നാൽ അൾട്ടിമേറ്റ്ലി അവിടെ എത്താൻ ചെയ്യുള്ളൂ. ഇൻസെന്റീവ്സ് കൊടുക്കണം, റിവാർഡ്സ് ആൻഡ് കോമ്പൻസേഷൻസ് കൊടുക്കണം. ഇനി കണക്ഷൻ, ക്രിയേറ്റ് എ കണക്ഷൻ ബിറ്റ്വീൻ ഗോൾസ്, പെർഫോമൻസ് മെഷേഴ്സ് ആൻഡ് ഇൻസെന്റീവ്സ്. അപ്പൊ ഇത്രയും ടാർഗറ്റ് അച്ചീവ് ചെയ്യുവാണെങ്കിൽ ഇതാണ് ബോണസ്. അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ easier ആവും. By linking the incentives to goals, individuals tend to pay more attention to what is important. അപ്പൊ അതൊക്കെയാണ് കാര്യം. നമ്മൾ ഗോൾ കോൺഗ്രുവൻസിൽ നോക്കേണ്ട ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആൻഡ് മേക്ക് ദം അണ്ടർസ്റ്റാൻഡബിൾ, ദെൻ ക്രിയേറ്റ് എ ഡയറക്ഷൻ, മോട്ടിവേറ്റ് ദം, പേ ദം ഇൻസെന്റീവ്സ് ആൻഡ് കണക്ട്, ക്രിയേറ്റ് എ കണക്ഷൻ ബിറ്റ്വീൻ ഗോൾസ്, പെർഫോമൻസ് മെഷേഴ്സ് ആൻഡ് ഇൻസെന്റീവ്സ്. ഓക്കെ, അപ്പൊ കഴിഞ്ഞു.
അപ്പൊ നമ്മൾ കഴിഞ്ഞു. നമ്മൾ 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി. ജൂൺ 2023 ഡിസംബർ 23 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി. അപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ ഈ 2 അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോ എങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ടെക്സ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും, മാർക്ക് കിട്ടും, എങ്ങനെയൊക്കെയാണ് പ്രസന്റ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളൊരു ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും മാം ഓ ഓ മാം എനിക്ക് 2 ടോപ്പിക്കിലെ ഡൗട്ട് ഉണ്ട്. ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ബ്ലോക്ക് ചെയിനും അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് പറഞ്ഞു തരാമോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ബ്ലോക്ക് ചെയിനും ഞാൻ 2016 സിലബസ് ആയിരുന്നു, അപ്പോ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കൺവേർട്ട് ആയപ്പോൾ ഡിജിറ്റൽ ആണല്ലോ നമുക്ക് പുതിയതായിട്ട് വന്ന ടോപ്പിക്. അതെ. പക്ഷെ നമുക്ക് ഒരു സെഷനും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. നമുക്കിപ്പോ ഒരു ഇതും കൂടെ നോക്കാം എന്നുള്ളു. കാരണേ ആ ഡിജിറ്റൽ സ്ട്രാറ്റജി മൊത്തത്തില് ഒന്ന് പറഞ്ഞു പോകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അടുത്തൊരു സെഷനിൽ. അതെന്നായിരിക്കും എന്നുള്ളത് പെട്ടെന്ന് പറഞ്ഞേ. കുറച്ചേറെ ടോപ്പിക് ഇല്ലേ അത്? ബ്ലോക്ക് ചെയിൻ ഉണ്ട്, അവിടെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, എല്ലാം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നമ്മൾ നോക്കി. എന്നാലും അല്ല, ഇതിലിപ്പോ മാം ഉള്ളതിൽ പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ബ്ലോക്ക് ചെയിനും റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ ആ 3 ടോപ്പിക്കാണ് ഇനി പറയാത്തുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഒരുവിധം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. നാളെ ഒരു സെഷൻ, ഒരു മിനിറ്റ് നോക്കട്ടെ. ഇതൊന്ന് നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞിട്ട് അതൊന്ന് നോക്കാം. നോക്കാം. അല്ലെങ്കിൽ എന്തായാലും അത് കണക്കിലെടുക്കാം. ഇതൊന്ന് നിങ്ങൾ നോക്കുവോ? ഈ MCQ കൂടെ നോക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞേനെ. ഒന്ന് ചാറ്റില് പറയോ? ഉണ്ട്. 23 വന്ന ക്വസ്റ്റ്യൻ. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെഫേഴ്സ് ടു ജോബ് സ്പെസിഫിക് ഗോൾസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ എംപ്ലോയി? ആൻസർ പറയോ? പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീർക്കാം. ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? എനിക്കൊന്നും കാണുന്നില്ലല്ലോ. ഹലോ, ആരും ഇല്ലേ? ഞാൻ പേര് വിളിച്ച ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്നാ. ജോബ് സ്പെസിഫിക് ഗോൾസ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ എംപ്ലോയി ഒന്ന് പറഞ്ഞേ. പെർഫോമൻസ് ഒബ്ജക്റ്റീവ് ആണോ, പേഴ്സണൽ ഒബ്ജക്റ്റീവ് ആണോ, പ്രൊഫഷണൽ ഒബ്ജക്റ്റീവ് ആണോ, ഓർഗനൈസേഷൻ ജീനോമിക്സ് ആണോ? പറ, ആരാ പറയുന്നത്? ആരും ഒന്നും പറയുന്നില്ല. ആൻസർ പറഞ്ഞേ. ആര് പറയാം? അജിത് അവിടെ ഉണ്ടോ? ആരായിരുന്നു ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യം ചോദിച്ചത്? ആ കുട്ടി ആൻസർ ഒന്ന് പറയോ? ഹലോ, ഹലോ, ആരും ഇല്ലേ? എവിടെ? ഓക്കെ. ആയിഷ ആൻസർ പറഞ്ഞേ. എവിടെ? വിച്ച് ഓഫ് ദ ഫോളോയിങ് റെഫേഴ്സ് ടു ജോബ് സ്പെസിഫിക് ഗോൾസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ എംപ്ലോയി? ആയിഷ ഉണ്ടോ അവിടെ? ഉണ്ടോ? ആരുമില്ലേ? എല്ലാരും വെറുതെ അവിടെ ഇരിക്കുവാണോ? അതോ ആരും ഇല്ലേ? എഴുന്നേറ്റ് പോയോ എല്ലാരും? ജഹന, നിങ്ങൾ പറയുന്ന ചാറ്റ് ആക്ച്വലി, ഒരു മിനിറ്റ്. അറിയാം.
അതുകൊണ്ടാന്നൊക്കെ. ഓക്കെ, ആൻസർ നോക്കിക്കേ. ആൻസർ ബി ആണ്. ഓക്കെ, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു എ സിറ്റുവേഷൻ വെർ കൺസ്യൂമേഴ്സ് ഹാവ് പ്രിഫറൻസ് ഫോർ പ്രൊഡക്ട്സ് ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് കമ്പനീസ്. അവർക്ക് ആ ഒരു കമ്പനിയോടൊരു ഇതുണ്ട്, അവർക്ക് അത് മാത്രം മതി. ഇപ്പൊ ഐഫോൺ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഡാഷിനോട് കൺസ്യൂമേഴ്സിന് പ്രിഫറൻസ് ഉണ്ട്. അതെന്താ? അത് പെട്ടെന്ന് പറ. ബ്രാൻഡ് ലോയൽറ്റി. ബ്രാൻഡ് ലോയാലിറ്റി. ഓക്കെ, അടുത്ത ഫണ്ടമെന്റൽ റീതിങ്കിങ് ആൻഡ് റാഡിക്കൽ റീഡിസൈൻ. ഇത് കേൾക്കുമ്പോഴേ ആൻസർ അറിയാം. ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. ഇനി കളക്ഷൻ ഓഫ് ഡേറ്റ ദാറ്റ് ഈസ് ഹ്യൂജ് ഇൻ വോളിയം ആൻഡ് ഈസ് ഗ്രോയിങ് എക്സ്പോണൻഷ്യലി വിത്ത് ടൈം ഈസ് കോൾഡ് Big data. ബിഗ് ഡേറ്റ. ഓക്കെ, ഇനി in SWOT analysis the letter C denotes അതിന്റെ ആൻസർ ആണോ പറഞ്ഞത്? letter C denotes. പറ. എ അല്ലല്ലോ അതിന്റെ ആൻസർ. ചാലഞ്ചസ്. അതിന്റെ ആൻസർ ആണോ പറഞ്ഞേ? ചാലഞ്ചസ്. Challenges. Okay. In developing KRA, key result areas, KRA, KPA, KPI, മൂന്ന് ഒരുമിച്ച് കിടക്കുന്ന, നമ്മുടെ ടെക്സ്റ്റിൽ ഒരുമിച്ച് കിടക്കുന്ന ഏരിയാസ് ആണ്. എന്തൊക്കെയാണ്? KRA, key result areas, key performance areas, key performance indicators, KPI. ഇത് മൂന്നും വായിച്ചു വെച്ചേക്കണം, അത് ചോദിക്കാം. ഓക്കെ, in developing KRAs, following can be a hurdle. ഏതായിരിക്കും അതിനകത്ത് ഹേർഡിൽ വരുന്നത്? lack of clarity, distractions, top down imposition areas, all of the above. ഏതാ? പറ വേഗം പറ. all of the above. Okay. Okay, ഇനി choose the correct answer from the given four alternatives. Which of the following provides a standard for performance appraisal? Mission, vision, objectives and values. പറ. provides the standards for performance appraisal. പറഞ്ഞേ, മിഷൻ ആണോ, വിഷൻ ആണോ, ഒബ്ജക്റ്റീവ്സ് ആണോ, വാല്യൂസ് ആണോ? എക്സാം 10 ദിവസം കൂടെ കഴിഞ്ഞ് എക്സാമാ. പറന്ന് പറയണം ആൻസർ. പറ, ആൻസർ കാണിച്ചെന്നാ പറയോ? ഒബ്ജക്റ്റീവ്സ്. ഇനി മിഷൻ എന്താ, വിഷൻ എന്താ, വാല്യൂസ് എന്താ? മിഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ പ്രസന്റിലെ കാര്യങ്ങളായിരിക്കും മിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. വിഷൻ എപ്പോഴും ഫ്യൂച്ചർ, റോഡ് മാപ്പ് ഫോർ ഫ്യൂച്ചർ ആയിരിക്കും. എപ്പോഴും വിഷൻ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിരിക്കാം. മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ വിഷൻ അച്ചീവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കറന്റ് പ്രസന്റ് സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് മിഷൻ. വിഷൻ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൽ നമ്മളെ എവിടെ കാണുന്നു, അതാണ് വിഷനിൽ വരിക. ഓക്കെ, ഇനി നമ്മുടെ ഈ CMA ഇൻസ്റ്റിറ്റ്യൂട്ടിന് വിഷനും ഒക്കെ ഉണ്ടോ? CMA ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് നമുക്ക് ഓരോ CMA, ഓരോ കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റിനും വിഷനും ഒക്കെ ഉണ്ടോ? യെസ്, ഉണ്ട്. എന്നാന്ന് പറയോ, എവിടാ നമ്മുടെ വിഷനും കാര്യങ്ങളൊക്കെ എന്നൊന്ന് പറയോ? നമ്മുടെ CMA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിഷൻ എന്താണെന്ന് പറയോ? Cost and management accountant professions would ethically drive the enterprises globally by creating the value to stakeholders in the socio-economic context through competencies drawn from the integration of strategy, management and accounting. ടെക്സ്റ്റിന്റെ ഇതിലുണ്ടല്ലോ ഫ്രണ്ട്. എല്ലാരും കേട്ടോ? എല്ലാവർക്കും അറിയായിരുന്നോ ഇത്? ടെക്സ്റ്റിന്റെ ഫ്രണ്ടിലുണ്ട് മാം. ടെക്സ്റ്റിന്റെ ഫസ്റ്റ് പേജിലുണ്ട്. ഓക്കെ, എവിടെ ഉണ്ട്?
അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ ഇത് വിഷൻ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, മിഷൻ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, നമ്മുടെ മോട്ടോ ഇതാണ്. ജസ്റ്റ് എക്സാം ഓറിയന്റഡ് അല്ലെങ്കിലും ഇത് അറിഞ്ഞിരിക്കണമല്ലോ. ഓക്കെ, അപ്പൊ CMA ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഓരോരുത്തരുടെയും വിഷനും മിഷനും ഒക്കെ അതാണ്. വിച്ച് ആർ ദ ഫോളോയിങ് പ്രൊവൈഡ്സ് ബ്രോഡ് ഡേറ്റ ടു വിച്ച് ടു ഐഡന്റിഫൈ കീ ഡ്രൈവേഴ്സ് ഓഫ് ചേഞ്ച്. കീ ഡ്രൈവേഴ്സ് ഓഫ് ചേഞ്ച്, ബ്രോഡ് ഡേറ്റ ഫ്രം വിച്ച് ടു ഡ്രൈവ് കീ ഡ്രൈവേഴ്സ് ഓഫ് ചേഞ്ച്. ഏതാണ് ആൻസർ പറ? B. Okay, pestle analysis. Any metric that measures whether an organization meeting the certain objectives and goals that are set up to help the organization succeed is called measures. എന്താണ് the answer? Key performance indicators. Any metric that measures whether an organization is meeting certain objectives and goals. Indicator. നമ്മുടെ പെർഫോമൻസ് മെഷർ ചെയ്തിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ടോ, എന്തൊക്കെയാണ് നമ്മൾ പെർഫോം ചെയ്യുന്നുണ്ടെന്നുള്ളതിന് ഇൻഡിക്കേറ്റേഴ്സ്. അതാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്നത്. ഇനി എ ഷെയർഡ് ഇമ്മ്യൂട്ടബിൾ ലെഡ്ജർ ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ആൻഡ് ട്രാക്കിംഗ് അസറ്റ്സ് ഇസ് നോൺ as എന്താണ് ആൻസർ പറ? Blockchain. A shared immutable ledger that facilitates the process of recording transactions and tracking the assets in business network is known as blockchain. അതായത് നമ്മളൊരു ക്യാഷ് പേയ്മെന്റ് ട്രാൻസാക്ഷൻ ഒക്കെ നമ്മളൊരു ഇനിഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ രണ്ട് ബാങ്ക് ഉണ്ട്, അതിനകത്ത് പാർട്ടിസിപ്പൻസ് ആയിട്ട് കുറെ പേരുണ്ട്. അതിനകത്തൊരു ട്രാൻസാക്ഷൻ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോഴേ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ തൊട്ട് ഒരു ക്യൂയിലോട്ടാണ് അതാവുന്നത്. അതിനാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അപ്പം ഒരു ചെയിനായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്തു, അത് റിസീവറിന് കിട്ടുന്നിടം വരെയുള്ള കൈൻഡ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസ്മിഷന്റെ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ChatGPT പോലൊക്കെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ മെഷീൻ ഇവര് റോബോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവര് ചെയ്യുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഈ മെഷീൻ ലാംഗ്വേജ്, ബ്ലോക്ക് ചെയിൻ. അപ്പൊ ഇതൊക്കെ വരുന്ന ഒരു സെഷൻസ്, അതായത് ഡിജിറ്റലിന്റെ ഒരു സെഷൻ നമ്മൾ അല്ലാതെ നമുക്ക് പ്ലാൻ ചെയ്ത് നമുക്ക് ചെയ്യാം. ഇപ്പൊ അത് പറയാൻ നമുക്ക് ടൈമില്ല. അപ്പൊ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഈ നമ്മുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ കൈൻഡ് ഓഫ് വരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പം എല്ലാവർക്കും നോർമലി അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ, ChatGPT ഒക്കെ വരുന്നത്. പിന്നെ മെഷീൻ ലേണിംഗും മെഷീൻ ലാംഗ്വേജും ഒക്കെ കൂടെ വരുന്ന ഒരു സെഷൻ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് എടുക്കാം. ഇപ്പൊ നമ്മൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ആ സെഷന്റെ കാര്യങ്ങൾ അറിയിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു മാം. ബൈ, ഗുഡ് നൈറ്റ്.